നമസ്കാരം. പ്രഭാത കേരളം തുടങ്ങുകയാണ്. ആക്കുളത്ത് നിന്നാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആക്കുളം എന്ന് പറയുമ്പോൾ ആക്കുളം കായലിന് സമീപത്ത് നിന്നുമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത്. ആക്കുളം കായലിന്റെ മനോഹര ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ ക്യാമറാമാനിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ, ഒരുപാട് സഞ്ചാരികളെത്തും. ഇവിടെ രാവിലെ നടക്കാനൊക്കെ ഒത്തിരി പേർ, മോർണിംഗ് വാക്കിനൊക്കെ ധാരാളം പേര് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഏതായാലും നമുക്ക് ഈ പ്രഭാത കേരളത്തിൽ നമ്മുടെ മലയാളിയുടെ പ്രിയപ്പെട്ട നടൻ ഇന്നസെന്റ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ സ്വവത്സീതയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു. ഏറെ ദുഃഖാർത്ഥമായ നിമിഷങ്ങളാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. മലയാള സിനിമയുടെ ഒരു പരിച്ഛേദം, മലയാള സിനിമയുടെ ഒരുപാട് സൂപ്പർ താരങ്ങളടക്കം എല്ലാവരും അവിടെ എത്തി ഇന്നലെയൊക്കെ ഇന്നസെന്റിനെ അവസാനമായി കണ്ടിരുന്നു. തീർച്ചയായും ഹാസ്യ നടനായും സ്വഭാവ നടനായും ഒക്കെ നിറഞ്ഞാടിയ വ്യക്തിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത ഒരു വിടവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ സിനിമാ മേഖലയിലെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ആദ്യം കടവന്തറയിലാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. തുടർന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്നു. അവിടെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ചപ്പോഴാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തുന്ന കാഴ്ച അടക്കമുള്ളവർ എത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർപ്പിടം എന്ന വസതിയിലാണുള്ളത്. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തെ 10 മണിയോട് കൂടിയാണ് കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ആയിരങ്ങൾ ഇതിനകം അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങിലും വലിയ സാന്നിധ്യം ആളുകളുടെ ഉണ്ടാവും സ്വാഭാവികമായും. ഇന്നലെ രാത്രിയാണ് നടൻ മോഹൻലാൽ അവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചത്. ഏറെ ഗാഢബന്ധമായിരുന്നു മലയാള സിനിമാ നടന്മാർക്കെല്ലാം. കാരണം അമ്മയുടെ പ്രസിഡന്റായി 18 വർഷത്തോളം സേവനമനുഷ്ഠിച്ച അതുല്യനായ ഒരു കലാകാരൻ, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ മലയാള സിനിമ മുഴുവൻ കടവന്ത്രയിലും ഇരിങ്ങാലക്കുടയിലുമായി എത്തിയിരുന്നു. ഇന്ന് 10 മണിക്കാണ് ചടങ്ങ്. മറ്റൊരു പ്രധാന വാർത്ത ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി ആദ്യം കോടതി വിധി വരുന്നു, അതിനുശേഷം പാർലമെന്റിന്റെ സെക്രട്ടേറിയറ്റ് അത് അയോഗ്യനായി പ്രഖ്യാപിക്കും. അതിനുശേഷമൊക്കെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാലും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നാലും ഉണ്ടാകുന്നത്. ഇതിനെല്ലാം ശേഷം ഇന്നലെയാണ് ആദ്യമായി പാർലമെന്റ് ചേർന്നത്. അപ്പോൾ വലിയ പ്രതിഷേധം, തീർച്ചയായും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. വസതി ഒഴിയണമെന്നടക്കം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. ഇന്നലെ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഹൈബീഡനായാലും ടി എൻ പ്രതാപനായാലും ഈ വിജ്ഞാപനം ലോക്സഭയിൽ കളയുന്ന സാഹചര്യം അതിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും ഇന്നും പ്രതിഷേധം കടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്തടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എംപിമാരൊക്കെ കറുത്ത വസ്ത്രമാണ് ഞാൻ എത്തിയത്. സോണിയാഗാന്ധി അടക്കം കുറച്ചു നാളായിട്ട് ആരോഗ്യപരമായ വിഷയങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ സോണിയാഗാന്ധിയും അവിടെ എത്തി പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നേരത്തെ അയോഗ്യനായ മറ്റൊരു എം പി, ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ നൽകിയ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അയോഗ്യത പിൻവലിച്ചുവെങ്കിൽ പോലും പാർലമെന്റിൽ കയറാനുള്ള ഒരു പെർമിഷൻ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അദ്ദേഹം അതിനുശേഷം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായും കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ തീപിടുത്തമൊക്കെ ഇപ്പോൾ അണഞ്ഞെങ്കിൽ കൂടിയും രാഷ്ട്രീയ വിവാദം കത്തുകയാണ്. അന്നൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ ആരോപിച്ചത് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ തീപിടുത്തമാണ് എന്നാണ് അന്ന് പ്രതിപക്ഷം പറഞ്ഞു വെച്ചത്. പക്ഷേ ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അത്തരത്തിൽ മനഃപൂർവ്വം തീ വെച്ചതിന് തെളിവില്ല എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇന്ന് പല കാര്യങ്ങളും നടക്കും. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളെല്ലാം ഉണ്ടാകും. മറ്റൊരു തൃപ്പൂണിത്തുറയിൽ ആൾ കസ്റ്റഡിയിലെടുത്ത മനോഹരൻ എന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ട്, ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് നൽകും. പോലീസ് പ്രതിക്കൂട്ടിലായ ഒരു സംഭവം കൂടിയാണത്. കാരണം സസ്പെൻഷൻ, അവിടുത്തെ SIക്ക് അടക്കം സസ്പെൻഷൻ ഉണ്ടായി. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. അവർ പ്രക്ഷോഭപാതയിലാണ്. ഇതിനിടയിലാണ് ഇതുപോലെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ പാറ്റൂരിലെ പോലീസ് ഇപ്പോഴും പ്രതിക്കൂട്ടി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് പറയുന്നത്. 14 ദിവസമായി ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അനാസ്ഥയുണ്ട് എന്ന വലിയ രീതിയിലുള്ള വിവാദമുണ്ടായിരുന്നു, ചർച്ചയുണ്ടായിരുന്നു. അത് തുറന്നു കാട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 14 ദിവസമായി CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. പ്രതിയെക്കുറിച്ച് സൂചനയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പക്ഷേ പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു വസ്തുത. മറ്റൊന്ന് അരിക്കൊമ്പൻ ദൗത്യം. അരിക്കൊമ്പനെ ബുധനാഴ്ച വരെ, അതായത് നാളെ വരെ അരിക്കൊമ്പനെ പിടികൂടാൻ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശമുള്ളത്. പക്ഷേ ഈ ദൗത്യം അതിനെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേക ദൗത്യസേന ഇന്ന് രൂപീകരിക്കും. നാളെ കോടതി വിധി അനുകൂലമായി വന്നാൽ ഒരു പക്ഷേ അരിക്കൊമ്പനെ വെടിവെക്കാനുള്ള ദൗത്യം നടപ്പിലാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വനവകുപ്പ് പൂർത്തിയാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇതടക്കം നിരവധിയായ വാർത്തകളുണ്ട്. നമ്മുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറാണ്. CB അനുമോദുള്ളത് ഇരിങ്ങാലക്കുടയിലെ ഇന്നസെന്റിന്റെ വസതിയിലാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 10 മണിക്കാണ്
പള്ളിയിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ. ER രാഗേഷ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഡൽഹിയിലെ സംഭവവികാസങ്ങളുടെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളുടെ വിശദാംശങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് ഡാൻ കുര്യനുണ്ട്. ഡാൻ, കോൺഗ്രസിന്റെ പ്രതിഷേധം നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് വിവരം. അതുപോലെ പാറ്റൂർ സംഭവം, അത് പോലീസിന് നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൂട്ടിലായ സംഭവം, അതിന്റെ വിശദാംശങ്ങൾ ഡാൻ നൽകും. ഡാനി പോള് അവിടെയുണ്ട്, കൊച്ചിയിലുണ്ട്. അവിടെ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തൃപ്പൂണിത്തുറയിലെ പോലീസ് പീഡനത്തിലുണ്ടായ മരണമടക്കമുള്ള അങ്ങനെ ഒരുപാട് വാർത്തകൾ. തീർച്ചയായും വാർത്തകളാൽ സജീവമായ ഒരു വാർത്താ ദിനമാണ്. ഈ വാർത്തകളിലേക്കെല്ലാം വളരെ വിശദമായി എത്താം. ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ്. അപ്പം രഞ്ജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായി ഇന്നസെന്റിന്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതായിരിക്കും ഈ ദിവസത്തെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന, ഈ മണിക്കൂറിൽ എടുത്തു പറയാൻ കഴിയുന്ന വാർത്ത. 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ഇനി മലയാള സിനിമയിൽ നമ്മളെ ചിരിപ്പിക്കാൻ, എല്ലാവരെയും ചിരിപ്പിക്കാൻ ആ ചിരിയില്ല. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂറടിക്കും? ഇതുവരെ വളരെ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ താഴോട്ടു പോരുമ്പം. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. അവിടെ നിന്ന് ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് അടുത്ത് നിന്നും CV അനുമോദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഇന്നലെ രാത്രി വൈകിയും മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖരും, ഒരുപാട് പ്രമുഖർ അങ്ങോട്ടേക്ക് എത്തി ഇന്നസെന്റിനെ, തങ്ങളുടെ ഇന്നച്ചനെ അവസാനമായി കാണാൻ. ഇന്നും സമാനമായി തന്നെ സംസ്കാര ചടങ്ങുകളിലുമൊക്കെ ഒരുപാട് ആളുകളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എത്ര മണിക്കാണ്? 10 മണിക്ക് എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ സംസ്കാര ചടങ്ങ് നടക്കാനുള്ള സാഹചര്യമുണ്ടോ? രാവിലെയും ഇന്നസെന്റിനെ സ്നേഹിക്കുന്ന ഇരിങ്ങാലക്കുടക്കാരുടെ വരവ് ഏറ്റവും അവസാനമായി ഇന്നസെന്റിനെ കാണാൻ വസതിയിലേക്ക്, പാർപ്പിടത്തിലേക്കുണ്ടോ? ഗുഡ് മോർണിംഗ് രഞ്ജിനി. ഞാൻ നിൽക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ ഇന്നസെന്റിന്റെ വസതിയിലാണ്, പാർപ്പിടത്തിലാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ, പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ ഉള്ളിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ളത് വീടിന് ഉള്ളിലാണ്. അല്പസമയത്തിന് ശേഷം മാത്രമേ പുറത്തേക്ക് മൃതദേഹം കൊണ്ടുവരികയുള്ളൂ. മറ്റ് ചടങ്ങുകൾ, അതായത് അന്ത്യവിശ്വാസ ചടങ്ങുകളുടെ ഓരോ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാവുന്ന വിവരം 9:30 ഇവിടെ നിന്നും സെൻറ് തോമസ് കത്തീഡ്രലിലേക്ക്, ചർച്ചിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോകും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. 10 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും സമയം മാറ്റം വരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ കണ്ടത് ഏറെ നേരം കാത്തുനിന്ന്, വരി നിന്ന് മണിക്കൂറുകൾ കാത്തുനിന്ന് ഇന്നസെന്റിനെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മളിപ്പോൾ കാണുന്നത്. ഗേറ്റിന് പുറത്തെ ഒരു കാഴ്ചയാണ്. ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരെയും വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. വളരെ നിയന്ത്രിതമായ രീതിയിലാണ് ആളുകൾ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ തന്നെ പാർപ്പിടത്തിന് മുൻപിൽ ആളുകളുടെ ഒരു വരി, നീണ്ട വരി നീണ്ടു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കാണുന്നത് ഇന്നസെന്റിൻ്റെ വസതിക്ക് മുൻപിലുള്ള കാഴ്ചയാണ്. വീടിൻ്റെ ഗേറ്റിൻ്റെ 2 വശങ്ങളിലും ആളുകളുടെ ഒരു വലിയ നിര തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമേ ഇതിലേക്ക് കടത്തിവിടുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള എന്ന ഒരു സാഹചര്യത്തിൽ ഈ ചടങ്ങുകൾ അല്പം നീണ്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 9:30
ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി സെൻറ് തോമസ് കത്തീഡ്രലിലേക്ക് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾ. 10:30 ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. വലിയ ഒരു തിരക്ക് ഈ സമയത്തും ഈ ദിവസം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ മലയാള സിനിമാ ലോകത്തെ പ്രമുഖരെല്ലാം മലയാള സിനിമാ ലോകം ഒന്നാകെ ഇന്നസെൻറ്റിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തെ കടവന്ത്രയിലാണെങ്കിലും ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാളിലാണെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് വസതിയായ ഇവിടെ ഈ പാർപ്പിടത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ പുറത്തേക്ക് എടുത്തു വയ്ക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നസെൻറ്റിൻ്റെ ഭൗതിക ശരീരം ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നു. കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വെളുത്ത പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കേരളത്തിൽ പുഞ്ചിരി ഒളിപ്പിച്ച് ഇന്നസെൻ്റ് നിത്യനിദ്രയിലാണ്. അദ്ദേഹത്തിൻ്റെ ചന്ദന കളറുള്ള ജുബ അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്, അടയാളമാണ് ഈ നിറത്തിലുള്ള ജുബ. അത് ധരിച്ച് ഇനി ഉണരാത്ത ഉറക്കത്തിലാണ് ശ്രീ ഇന്നസെൻ്റ്. മലയാളത്തിൻ്റെ മഹാനടൻ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 9:30 തന്നെ ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പള്ളിയിലേക്ക്, സെൻറ് തോമസ് ചർച്ചിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചരമ ശുശ്രൂഷ ചടങ്ങുകൾ. അതിനുശേഷം സെൻറ് തോമസ് ചർച്ച് സെമിത്തേരിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം. രാവിലെ 7 മണി ആകുന്നതിന് മുൻപ് തന്നെ ഇന്നസെൻറ്റിന് അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പാർപ്പിടത്തിന് മുൻപിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്നസെൻ്റ് ഇനിയില്ല എന്നൊരു യാഥാർത്ഥ്യം, തങ്ങളുടെ ഇന്നസെൻറ്റിനെ ഇനി ഒരിക്കൽ കൂടി കാണാനാകില്ല എന്നൊരു യാഥാർത്ഥ്യം, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് ഇരിങ്ങാലക്കുടക്കാർ യാത്രാമൊഴി നൽകുകയാണ്, അന്ത്യാഞ്ജലി നൽകുകയാണ്, അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹം, മലയാളത്തിൻ്റെ മുഴുവൻ സ്നേഹം മഹാനടനെ അർപ്പിച്ച് മടങ്ങുകയാണ് പ്രിയപ്പെട്ടവർ. ആളുകളെ വീട്ടിലേക്ക് ഇന്നസെൻറ്റിൻ്റെ ഭൗതിക ശരീരം കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും ആളുകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. 9:30 വരെ വീട്ടിൽ ഇതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാകും ശുശ്രൂഷാ ചടങ്ങുകൾ, അന്ത്യകൂദാശ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. അതേസമയം സെൻറ് തോമസ് പള്ളിയുടെ സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ ഇന്നസെൻ്റ് ചേട്ടൻ ഇവിടെ അവസാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഇന്നസെൻ്റിൻ്റെ വീടിന് മുൻപിൽ അദ്ദേഹത്തെ കാണുവാൻ എത്തിയ ആളുകളെ ഇന്നസെൻറ്റിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്തേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രഞ്ജിനി. ഏതായാലും ഇന്നസെൻ്റ് ഭൗതിക ശരീരമുള്ളത് ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിൻ്റെ വസതിയായ പാർപ്പിടത്തിലാണ്. രാവിലെയും നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാനായി
അങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നുണ്ട്. സംസ്കാരത്തിനുള്ള ചടങ്ങുകളൊക്കെ അവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം 9:30 അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇരിങ്ങാലക്കുടയിലെ സെയിന്റ് തോമസ് കത്തീഡ്രലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. അതിനുശേഷം 10:30 അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിസ്മരണീയമായ ചിരിമുഹൂർത്തങ്ങളൊക്കെ എല്ലാവർക്കും സമ്മാനിച്ച് ഇന്നസെന്റ് സ്വന്തം മണ്ണിൽ അവിടുത്തെ ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിന്റെ പാർപ്പിടം എന്ന വസതിയിൽ ഇപ്പോൾ ആണുള്ളത്. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാ രീതിയിലും അവിടെ പുരോഗമിക്കുകയാണ്. CV അനുമോദുണ്ട്. അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക്, പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് ഒന്ന് പോകണം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ ഡൽഹിയിൽ വലിയ തോതിൽ നടക്കുകയാണ്. കോൺഗ്രസിന് ഇപ്പോൾ ഒരു ജീവവായുവായി രാഹുൽ വിഷയം മാറുന്നു. പ്രതിപക്ഷ ഐക്യമുണ്ടാകുന്നു. നേരത്തെ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത, കോൺഗ്രസിനോട് യോജിക്കാതിരുന്ന മമതാ ബാനർജിയെ പോലെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളൊക്കെ കോൺഗ്രസിനോട് യോജിക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, ഇതടക്കം വലിയ മാറ്റങ്ങൾ പ്രതിപക്ഷ ഐക്യത്തിൽ ഉണ്ടാക്കുമോ എന്ന കാത്തിരിപ്പിലാണ് രാജ്യം. ER രാഗേഷ് ഉണ്ട്. രാഗേഷ്, ഒരുപാട് സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഒരു പുനരുജ്ജീവനമായി മാറുന്നു. പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം മറ്റൊരു തലത്തിലേക്ക് മാറുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങുന്നു. അങ്ങനെ ഒരുപാട് സംഭവവികാസങ്ങൾ ഡൽഹിയിൽ ഉണ്ടാകുന്നു. ഇന്നെന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഡൽഹിയിൽ നിന്ന്? പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയോട് വസതിയൊക്കെ ഒഴിയാൻ ആവശ്യപ്പെട്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ പ്രത്യേകിച്ച് പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളിച്ച ഉടൻ തന്നെ, ലോക്സഭയും രാജ്യസഭയും സമ്മേളിച്ച ഉടൻ തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അതായത് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ വിഷയം, ഒപ്പം തന്നെ JPC അന്വേഷണം, ഈ രണ്ട് വിഷയങ്ങളിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. പക്ഷേ മറുവശത്തും സർക്കാരും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ഇന്നലെ ലോക്സഭാ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ TM പ്രതാപനൊപ്പം തന്നെ ഹൈബി ഈഡൻ തുടങ്ങിയ MP മാർ നടുത്തളത്തിലിറങ്ങുകയും സ്പീക്കർക്ക് നേരെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയുള്ള വിജ്ഞാപനം കീറിയെറിയുകയും ചെയ്തു. ഈ വിഷയത്തിൽ നടപടി വേണം എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. ഇന്ന് സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉന്നയിക്കും, അല്ലെങ്കിൽ സഭ ചേർന്ന ഉടൻ തന്നെ ഈ വിഷയം പരാമർശിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിൽ ഭരണപക്ഷവും സ്വീകരിക്കുന്നു. എന്നാൽ പ്രതിഷേധത്തിന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ഉള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും രണ്ട് സഭകളും ഇന്നും വീണ്ടും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും മുൻപില്ലാത്ത വിധം ഒരു പ്രതിപക്ഷ ഐക്യം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിഷയത്തിൽ ഇതിനോടകം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ പാർലമെന്റിൽ യോഗം നടന്നിരുന്നു. ഈ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള നടപടി അതൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല, ജനാധിപത്യത്തിന് തന്നെ ദോഷമാണെന്ന നിലപാടാണ് ഈ പാർട്ടികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുമായി ഒരു തരത്തിൽ യോജിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ യോഗത്തിന് എത്തിയത്. അതുമാത്രവുമല്ല, ഇന്നലെ വൈകിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. ഈ അത്താഴ വിരുന്നിൽ 19 പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്തു. മാത്രവുമല്ല, യോജിച്ച് പോകാനുള്ള തീരുമാനം ഈ നേതാക്കൾ ഏതായാലും കൈക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുൻപില്ലാത്ത ഒരു പ്രതിപക്ഷ ഐക്യം ഇന്നലെ ഇപ്പോൾ പ്രകടമായിരിക്കുകയാണ്. സ്വാഭാവികമായും പാർലമെന്റിലും സമാനമായ രീതിയിൽ രാഹുൽ ഗാന്ധി വിഷയത്തിലടക്കം പ്രതിപക്ഷം ഒന്നിച്ചുള്ളൊരു പ്രതിഷേധത്തിന് ഏതായാലും ഇന്ന് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റു ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിജ്ഞാപനം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് വസതി ഒഴിയാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് തുഗ്ലക് ലൈനിലെ വസതിയിലാണ് രാഹുൽ ഗാന്ധി താമസിക്കുന്നത്. 2004 രാഹുൽ ഗാന്ധി ആദ്യമായി MP ആകുന്നത്. അതിനുശേഷം തുഗ്ലക് ലൈനിലെ വസതിയിൽ അദ്ദേഹം താമസിക്കുന്നു. പക്ഷേ ഇപ്പോൾ അയോഗ്യനാക്കിയതോടുകൂടി ആ വസതി ഒഴിയാനുള്ള നിർദ്ദേശമാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഏപ്രിൽ 22-ന് മുൻപായി ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും സാവകാശം തേടാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ സാവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടേക്കാം. ഏതായാലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആലോചനയിലുണ്ട്. കാരണം ഇതൊരു പ്രതികാര നടപടിയാണ്. കാരണം ഇത്രയും കാലം MP ആയിരുന്നൊരു വ്യക്തി, ഏതാണ്ട് 20 വർഷക്കാലം MP ആയിരുന്നൊരു വ്യക്തി, അങ്ങനെ കേസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അപ്പീൽ നൽകുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ആകാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ അടിയന്തരമായി വസതി ഒഴിയാൻ നിർദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയ പകപോക്കലാണെന്ന നിലപാട് കോൺഗ്രസിനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഇന്നും പാർലമെന്റ് സാക്ഷിയാകുമെന്ന് ഉറപ്പാണ്.
തീർച്ചയായും രാകേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും കണ്ടത്. ഇന്നും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യം പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുന്നു എന്നുള്ളതാണ്. മമതാ ബാനർജി അടക്കം ഇതിനോട് രൂപപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ അത്താഴ വിരുന്നടക്കം ഒരുക്കിയിരുന്നു. അതിലടക്കം 19 പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്തുവെന്നാണ്. പക്ഷേ വിട്ടുവീഴ്ചയിലേക്ക് വലിയൊരു വഴിത്തിരിവിലാണെന്ന ചോദ്യമാണ്. കാരണം മോദിയെ ചോദ്യം ചെയ്യാൻ ആര്, മോദിയെ പ്രതിരോധിക്കാൻ ആര് എന്ന വലിയ ചോദ്യം രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ അത്രത്തോളം കരുത്ത് ആർജിച്ചിരിക്കുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുലിന്റെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ വലിയ വ്യത്യസ്ത തരത്തിൽ മാറിയിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട മാറ്റമാണല്ലോ. കാരണം രാഹുലിനെ പോലെ ഉള്ളൊരു നേതാവ് ഉദിച്ചുയരുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുന്നു. ഒരുപാട് നാളായി കോൺഗ്രസ്സുകാർ കാത്തിരിക്കുന്ന ഒരു നേതാവായി അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു നേതൃത്വമായി രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മാറുമ്പോൾ സ്വാഭാവികമായും വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ ദിവസം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് പ്രതിപക്ഷ ഐക്യത്തിന്റെ കാര്യത്തിൽ നിന്ന് രാഹുൽ പറഞ്ഞു വെക്കുമ്പോൾ മറ്റ് തരത്തിലുള്ള ചർച്ചകൾ ഇനിയും അതിനുള്ള സമയമുണ്ട്. പിണങ്ങി നിന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ അംഗീകരിക്കാതിരുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ ഈ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാഗമാകുന്നു. ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസ് തയ്യാറെടുത്താൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു മാറ്റത്തിന് കാരണമാകാനുള്ള സാഹചര്യമല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം കോൺഗ്രസ് ഒരു വെള്ളിയേട്ടൻ മനോഭാവം സ്വീകരിക്കുന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് ഒപ്പം തന്നെ BRS തുടങ്ങിയ പാർട്ടികൾക്കുള്ളത്. പക്ഷേ അങ്ങനെ ഈ കക്ഷികളെല്ലാം തന്നെ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ കോൺഗ്രസുമായി അകലം പാലിക്കുന്ന സമീപനമായിരുന്നു സമീപകാലം വരെ സ്വീകരിച്ചത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ വിഷയമാണ് ഏതായാലും പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതായത് ഈ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതര BJP ഇതര പാർട്ടികളിൽ പല പാർട്ടികളുടെയും നിലപാട്, അതായത് അതത് സംസ്ഥാനങ്ങളിൽ അതത് പാർട്ടികൾ വിജയിക്കട്ടെ, കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അവർ കൂടുതൽ സീറ്റുകൾ നേടട്ടെ. പ്രധാനമന്ത്രി അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം തീരുമാനിക്കും. CPM അടക്കമുള്ള പാർട്ടികൾ ആ നിലപാടാണ് ആദ്യം മുതൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ യോഗത്തിലടക്കം രാഹുൽ ഗാന്ധി അത്തരമൊരു നിലപാടെടുത്തു എന്നുള്ളത് ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണ്. അതായത് പ്രധാനമന്ത്രി പദം അടക്കം വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാർ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഏതായാലും പുറത്തു വരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സ്വരം വരികയാണ്. അത് സ്വാഭാവികമായും ഈ പ്രതിപക്ഷ ഐക്യത്തിന് ഏതായാലും ഗുണം ചെയ്യും. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ശ്രദ്ധേയമായ കാര്യം, മൂന്നാം മുന്നണി നീക്കം ഇതിനോടകം തന്നെ ശക്തമാക്കുന്നുണ്ട്. പല പാർട്ടികളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വിഷയത്തിലാണ് അവരുടെ നിലപാട്. ഈ പ്രതിപക്ഷ ഐക്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിഷയത്തിലാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഇനി ഭാവിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, തൃണമൂൽ കോൺഗ്രസ് ഈ യോഗത്തിൽ പങ്കെടുത്തു എങ്കിൽ പോലും അവർ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ വിളിച്ച യോഗത്തിലേക്ക് അയച്ചത് താരതമ്യേന ആ പാർട്ടിയിലെ ജൂനിയറായ 2 MPമാരെയാണ്. അതായത് പ്രസൂൺ ബാനർജിനെയും ഒപ്പം തന്നെ ജവഹർ സിർക്കാറിനെയുമാണ് അവർ യോഗത്തിലേക്ക് അയച്ചത്. സുദീപ് ബന്ദോപാധ്യായ അടക്കം മുതിർന്ന നേതാക്കൾ തൃണമൂലിലുണ്ട്. പക്ഷേ ഡെറിക് ഒബ്രൈൻ അടക്കമുള്ള നേതാക്കളുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം താരതമ്യേന ഈ പാർട്ടിയിലെ ജൂനിയറായ ആളുകളെയാണ് ഈ യോഗത്തിൽ തൃണമൂൽ അയച്ചതെന്ന് കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഇനി ഉള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ഭാവി കാര്യങ്ങളിൽ ഇനി കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു, ഒപ്പം തന്നെ തൃണമൂൽ അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാവി. ഏതായാലും ഈ ഘട്ടത്തിൽ മുൻപൊന്നും കാണാത്ത വിധത്തിലൊരു പ്രതിപക്ഷ ഐക്യം ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, പാർലമെന്റിന് പുറത്ത് പോലും സമാനമായിരുന്നു പ്രതിഷേധം. ഇന്നലെ കറുപ്പ് വസ്ത്രം അണിഞ്ഞായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം. ഇടത് MPമാർ അടക്കമുള്ളവർ, കേരളത്തിൽ നിന്നുള്ള MPമാരടക്കം കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നതും കണ്ടു. അങ്ങനെ സമീപകാലത്ത് ഇന്ത്യൻ ചരിത്രത്തിലില്ലാത്ത ഒരു പ്രതിപക്ഷ ഐക്യത്തിന് പാർലമെന്റും പാർലമെന്റ് പരിസരവും ഇന്നലെ വേദിയാകാൻ ഉണ്ടായത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് അവിടെ എടുത്തു കാണേണ്ടത്. ഇത് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ഐക്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നിലപാട് കടുപ്പിക്കുകയാണ്. പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഭരണപക്ഷവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയോട് വസതി ഒഴിയാൻ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പാർലമെന്റിൽ കീറിയെറിഞ്ഞ 2 പേർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. നമുക്ക് സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിലും പ്രതിഷേധം കടുക്കുകയാണ്. ഡാനാണ് അവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം സത്യാഗ്രഹ സമരമുണ്ടായിരുന്നു. ഇന്നത്തെ നീക്കങ്ങൾ, പ്രതിപക്ഷ നീക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ്? വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരിക്കുമോ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തും കാണാൻ സാധിക്കുക? തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആൻഡ് രഞ്ജിനി. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധ ശൈലികളിലേക്ക് കോൺഗ്രസും മറ്റ് കക്ഷികളും, കോൺഗ്രസ് അനുകൂല കക്ഷികളും നീങ്ങുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇന്ന് രാജ്ഭവനിലേക്ക്
മാർച്ച് ഉണ്ടായിരിക്കില്ല എന്നാണ് നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം 30-ാം തീയതി ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പരിപാടി കോൺഗ്രസ് സംസ്ഥാനത്ത് ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ അരുവിപ്പുറത്ത് നിന്നാണ് ഛായാചിത്ര ഘോഷയാത്ര തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്ര ഇന്ന് നഗരത്തിലൂടെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കടന്നു പോകുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ പ്രതിഷേധ പരിപാടികളൊന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് KPCC നേതൃത്വവും DCC നേതൃത്വവും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ യാത്ര തിരുവനന്തപുരം ജില്ല വിട്ടതിന് ശേഷം മാത്രമേ ഇനി രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രതിഷേധ പരിപാടി പൊതുവിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിന് സംസ്ഥാനവും സാക്ഷ്യം വഹിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ ഇടത് സർക്കാർ തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധ ശൈലിക്കായിരിക്കും സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാജ്ഭവന് മുമ്പിൽ ഉണ്ടായതിന് സമാനമായ ശൈലിയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരൊക്കെ വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് വിവരം. ഏതായാലും കേരളത്തിലും പ്രതിഷേധങ്ങൾ കുറവില്ല. കാരണം കഴിഞ്ഞ ദിവസം നേരത്തെ രഞ്ജിനി പറഞ്ഞ പോലെ വലിയ പ്രതിഷേധങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇന്നും സമാനമായി പ്രതീക്ഷിക്കാം. ഒപ്പം ഡാൻ ഈ CPM ഈ വിഷയത്തിലുള്ള ഒരു നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. രാഹുലിന്റെ പിന്തുണ ഏത് തരത്തിലാണ്, വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ സാഹചര്യത്തെ എങ്ങനെ ആ പാർട്ടി കൈകാര്യം ചെയ്യും, സ്ഥാനാർത്ഥി നിർത്തുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരാനുണ്ട് എന്ന് തോന്നുന്നു. ഈ CPMന്റെ പിന്തുണ രാഹുലുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത, അതിലേക്ക് ചർച്ചകൾ കടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ NDAയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വലിയ ജനപങ്കാളിത്തത്തോടെ മാർച്ച് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പരസ്യമായി LDFനെയും UDFനെയും ഒരുപോലെ വിമർശിച്ചിരിക്കുകയാണ്. ഇവർ തമ്മിലുണ്ടായിരുന്ന രഹസ്യബാന്ധവം ഇപ്പോൾ മറനീക്കിയിരിക്കുന്നു, അത് പരസ്യമായിരിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങളിലേക്ക് BJP കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണങ്ങളൊക്കെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഭാഗത്തുനിന്ന് ഒരു വശത്തുനിന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടായാൽ, ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ ആരും പിന്തുണയ്ക്കും എന്ന കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് LDF നീങ്ങും. കാരണം അത് പൊതുവിലുള്ള, കേരളത്തിനപ്പുറത്തേക്ക് പൊതുവിലുള്ള BJPയെ പ്രതിരോധിക്കുക എന്ന ഒരു പൊതു സമീപനത്തിന്റെ ഭാഗമായി അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് LDF നേതൃത്വം തയ്യാറായേക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ വരും ദിവസങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിപരമായി ഈ പ്രശ്നം ഉണ്ടായ ദിവസം തന്നെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ദിവസം തന്നെ പിണറായി വിജയൻ തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്താനുണ്ടായ സാഹചര്യം അത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒന്നല്ല. അത് ദീർഘവീക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിലപാട് തന്നെയാണ്. പാർട്ടിയും ആ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതെങ്ങനെ അതിനെ സ്വാധീനിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട്, രാഹുലിന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ CPM വലിയ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പലപ്പോഴും അതിനെ പരിഹസിച്ച് രംഗത്തെത്തുന്ന സംശയിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ ആത്മാർത്ഥതയാണെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് BJP അടക്കം ചോദിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് രാഗേഷിലേക്ക് ഒന്നുകൂടി പോകണം. അവിടെ മുഹമ്മദ് ഫൈസൽ, ലക്ഷദ്വീപ് MP അയോഗ്യത, അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ വരാനുണ്ട്. കോടതിയിൽ ആ കേസ് ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് രാഗേഷ്? രഞ്ജിത്ത്, ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം ഫൈസലിന്റെ അഭിഭാഷകനായ അഭിഷേക് സിംഗ്വി കോടതി മുമ്പാകെ ഉന്നയിച്ചിരുന്നു. തുടർന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഫൈസൽ ഈ ഹർജിയിൽ പറയുന്നത് അയോഗ്യനാക്കിയ
വിചാരണ കോടതി ഉത്തരവ്, അതായത് വിചാരണ കോടതിയാണ് ഫൈസലിന് 10 വർഷം തടവ് വിധിച്ചത്. ഇതോടുകൂടി ഫൈസൽ അയോഗ്യനാവുകയായിരുന്നു. പക്ഷേ ഈ വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി മരവിപ്പിച്ചിട്ടുണ്ട്, ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കിയ നടപടി അല്ലെങ്കിൽ ഉത്തരവ് വിജ്ഞാപനം പിൻവലിക്കണമെന്നാണ് ഫൈസലിന്റെ ആവശ്യം. ഹൈക്കോടതിയിൽ ഉത്തരവ് വരുന്നത് ജനുവരി മാസം അവസാനമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ വിജ്ഞാപനം പിൻവലിക്കാൻ ഇതുവരെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് തയ്യാറായിട്ടില്ല. നിലവിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ വെബ്സൈറ്റിൽ അയോഗ്യരാക്കപ്പെട്ട എംപിമാരുടെ പട്ടികയിലാണ് ഫൈസലിന്റെ പേരുള്ളത്. അതുകൊണ്ട് തന്നെ വിലപ്പെട്ട ബജറ്റ് സെഷനിലടക്കം പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം തനിക്കുണ്ടായി. ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ വേണം. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനം മരവിപ്പിക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടാണ് ഫൈസൽ ഏതായാലും ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. 2 ഹർജികൾ ലക്ഷദ്വീപ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയിലുണ്ട്. ഒന്ന് ഫൈസലിന്റെ ശിക്ഷ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം നൽകിയ ഹർജിയുണ്ട്. ഒപ്പം തന്നെ ഫൈസൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജിയുമുണ്ട്. ഈ 2 ഹർജിയും ഒരുമിച്ചായിരിക്കുമെന്ന് ഏതായാലും സുപ്രീം കോടതി പരിഗണിക്കുക. രഞ്ജിനി. യെസ്, അതാണ് ഫൈസലുമായി ബന്ധപ്പെട്ട് 2 ഹർജികളാണ് സുപ്രീം കോടതിയിൽ. ഒന്ന് ഫൈസലിനെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം നൽകിയ ഹർജി, ഒന്ന് ലോക്സഭാ അംഗത്വം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഫൈസൽ നൽകിയ ഹർജി. എന്തായാലും 2 ഹർജികളും സുപ്രീം കോടതി ഇന്ന് ഒരുമിച്ച് പരിഗണിക്കുകയാണ്. അയോഗ്യതാ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വലിയൊരു പ്രതീക്ഷ ഈ ലക്ഷദ്വീപ് എംപിയുടെ അയോഗ്യത പിൻവലിച്ച കോടതിയുടെ തീർച്ചയായും. പക്ഷേ ഇതിൽ എടുത്തു കാണേണ്ട രഞ്ജിത്ത്, ഈ ലക്ഷദ്വീപ് എംപിയുടെ വിചാരണ കോടതി വിധി വരുന്നു. അതിനുശേഷം 48 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്നത്. പക്ഷേ രാഹുലിന്റെ കാര്യത്തിലേക്ക് തിടുക്കം കൂടുകയായിരുന്നു അന്ന് ഭരണപക്ഷത്തിന്. 24 മണിക്കൂറിനകം തന്നെ ഇത്തരത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അംഗത്വം റദ്ദാക്കിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കൊച്ചിയിലേക്കാണ് പോകുന്നത്. ബ്രഹ്മപുരം വിഷയം അവിടെ വീണ്ടും ആളിക്കത്തുന്ന സാഹചര്യമുണ്ട്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്ന് ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. അന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞത് ഇത് മനഃപൂർവ്വം കത്തിച്ചതാണ് എന്ന വലിയ ആരോപണമാണ് അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് പറയുന്നു അത്തരത്തിൽ മനുഷ്യനിർമ്മിത തീപിടുത്തമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് തെളിവില്ല എന്നാണ് പറയുന്നത്. എന്താണ് സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യം? പ്രതിഷേധങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും? രഞ്ജിനി, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ബ്രഹ്മപുരം വിഷയം അത് കുറച്ചുകൂടി ആ വിഷയത്തിലേക്ക് തീ പടരുന്നൊരു റിപ്പോർട്ട് തന്നെയായിരിക്കും ഇതെന്നൊരു കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പോലീസ് തുടക്കത്തിൽ തന്നെ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പോലീസ് നിലവിലെ ഒരു സാധ്യതകൾ വലിയ ആക്ഷേപം ഉണ്ടായിരുന്ന ഇത് ബ്രഹ്മപുരത്തെ മാലിന്യത്തിന് തീയിട്ടതാണെന്നാണ് വലിയ രീതിയിൽ ആക്ഷേപം ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിന് സാധ്യത വളരെ കുറവ് കൽപ്പിച്ചുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തീ വെച്ചതിന് തെളിവില്ല എന്നാണ് ഒറ്റവാക്കിൽ ബ്രഹ്മപുരം പദ്ധതി സംബന്ധിച്ച പോലീസിൻ്റെ റിപ്പോർട്ട്. കമ്മീഷണർ കെ സേതുരാമൻ്റെ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ വളരെ എടുത്തു പറയുന്ന കാര്യം, ഇത് 50ഓളം പേര് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. അത് കരാറുകാരും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും അടക്കം ഇവരുടെ ടെലിഫോൺ കോളുകൾ പരിശോധിച്ചു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ പോലും ഇക്കാര്യം സംബന്ധിച്ച് യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. എല്ലാ ക്യാമറകളും അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, മറ്റ് ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ, സംശയമുള്ള കോളുകളെല്ലാം തന്നെ വീണ്ടും പരിശോധിച്ച് അവരെ ചോദ്യം ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീ വെച്ചതിന് ഇതുവരെയും തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തീപിടുത്തത്തിന് പറയുന്നത് ചൂട് കൂടിയത് കൊണ്ടാണ്. അത് നേരത്തെയും അത്തരം ഒരു സാധ്യത തന്നെയായിരുന്നു അഗ്നിരക്ഷാസേന നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതിൽ 35 ഡിഗ്രിയോളം ഈ മാലിന്യങ്ങളുടെ ഉപരിതലത്തിന് ചൂടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 3 അടി താഴേക്ക് വരുമ്പോൾ പിന്നെയും 10% ചൂട് കൂടുന്ന അവസ്ഥ, 40% മുകളിൽ വരുന്ന അവസ്ഥ, 45 എത്തുന്ന അവസ്ഥ, അടിത്തട്ടിലേക്ക് എത്തുമ്പോൾ അതിനും ചൂട് മാലിന്യത്തിന് ഉണ്ട്. അപ്പോൾ ഇത് തീപിടുത്തത്തിന് വളരെ വലിയൊരു കാരണമാകുന്നു. ഉഷ്ണം കൂടിയതുകൊണ്ട് മീഥേൽ വാതകത്തിൻ്റെ സാന്നിധ്യം, ഇതെല്ലാമാണ് തീപിടുത്തത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഒപ്പം ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയിരുന്നു. പ്രത്യേകിച്ച് ഉപഗ്രഹ ചിത്രങ്ങളടക്കം ലഭ്യമാക്കാനുള്ളൊരു ശ്രമമുണ്ടായിരുന്നു. ഒപ്പം ഈ മാലിന്യങ്ങൾ കത്തിന്ന് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം അയച്ചിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഉപഗ്രഹ ചിത്രങ്ങളുടെ റിപ്പോർട്ട് അതിന് വേണ്ടിയുള്ള അപേക്ഷകളെല്ലാം നൽകിയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു റിപ്പോർട്ടിലേക്ക് വന്നിട്ടില്ല. ഒപ്പം തന്നെയാണ് ഈ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടും. അതിൽ നേരത്തെയും അവിടെ ആരോപണം ഉയർന്നിരുന്ന വെടിമരുന്നടക്കം ഉപയോഗിച്ച് കത്തിച്ചു എന്നെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് ഉയർത്തുമ്പോൾ കോൺഗ്രസ് പറഞ്ഞിരുന്നു. പക്ഷെ അതിനടക്കമുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്.
ഒപ്പം തന്നെയും ഇനി തീപിടുത്തം ഉണ്ടാകാനുള്ള വളരെ സജീവമായ സാധ്യതകൾ പോലീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അത് എല്ലാ അന്വേഷണ ഏജൻസികളും, അതായത് അവിടെ ഉണ്ടായിരുന്ന അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ അഗ്നിരക്ഷാസേനയുടെയും മറ്റെല്ലാം തന്നെയും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇനിയും തീപിടുത്തത്തിലുള്ളൊരു സാധ്യതയെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടാണ് വലിയ രീതിയിൽ തീപിടുത്തം പിന്നെയും തുടക്കത്തിൽ അത് കെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് അത് ഒഴിവായെന്നുള്ളൂ. അതുകൊണ്ട് അത്തരം സാധ്യതകളുണ്ട്. ഇനി ഉണ്ടാകാതിരിക്കാൻ ഡാനിയിലേക്ക് ഒരിക്കൽ കൂടി വരണം. കാരണം അവിടെ തൃപ്പൂണിത്തുറയിലെ ഈ മരണം, പോലീസ് കസ്റ്റഡിയിലെ മരണമൊക്കെ വലിയ ചർച്ചയായ സാഹചര്യമുണ്ട്. അതിനു മുമ്പ് നമുക്ക് പാറ്റൂരിലേക്കൊന്ന് വരണം. കാരണം 14 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം, പാറ്റൂരിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം, ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം, അതിലിപ്പോഴും പ്രതി കാണാമറയത്താണ് എന്ന് പറയുന്ന നമ്മുടെ കേരള പോലീസിന്റെ കാര്യക്ഷമതയെ വലുതോതിൽ ചോദ്യം ചെയ്യുന്നു. ഓരോ ദിവസവും പോലീസ് ഇന്ന് പ്രതിയെ പിടിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഏതാണ്ട് ഒരു നിലച്ച മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം കരുതാൻ. കാരണം പോലീസും കാര്യമായി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഡാൻ കുര്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. മാധ്യമങ്ങൾ ശ്രദ്ധയിൽ വന്നതിന് ശേഷം പോലീസ് ഒന്ന് ഉണർന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമായി നടത്തി. പക്ഷേ 14 ദിവസം പിന്നിടുമ്പോഴും ആ പ്രതി ഇപ്പോഴും പോലീസിന്റെ കണ്ടില്ലല്ലോ, അല്ലേ? രഞ്ജിത്ത്, അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഈ 14 ദിവസം, 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു ഇത്തരത്തിലൊരു അക്രമ സംഭവം കഴിഞ്ഞ 13-ാം തീയതി അർദ്ധരാത്രിയിൽ ഈ വീട്ടമ്മയ്ക്ക് നേരെ ഉണ്ടായിട്ട്. പക്ഷേ അതിനുശേഷവും ഇത്രയധികം ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഇതാരാണ് എന്ന് കണ്ടെത്തുന്നതിൽ പോലീസിന് ഇപ്പോഴും കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അയാളെ പിടികൂടാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് പോലീസ് നേരിടുന്ന ഏറ്റവും വലിയൊരു നാണക്കേട്. കാരണം സിറ്റി പോലീസിനെ സംബന്ധിച്ച് അടുത്തൊന്നും ഇത്രയധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അടക്കം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നായിരുന്നു നമ്മളോടടക്കം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷവും പ്രതി കാണാമറയത്ത് തന്നെയാണ് എന്ന് പറയുന്നത് പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ്. 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോഴും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പേട്ട പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നും പ്രതി ഉടൻ പിടിയിലാകും എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസവും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. എന്തായാലും ഈ നിമിഷം വരെ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. ശരി, ഡാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും 14 ദിവസമായിട്ടും പ്രതിയെ പിടികൂടിയില്ല എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം തുടക്കം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നു, ചർച്ചയുണ്ടായിരുന്നു, പോലീസിന്റെ അനാസ്ഥ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം കാര്യങ്ങൾ പോയിട്ടും CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇതുവരെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ കൊച്ചിയിലേക്ക് തന്നെ മടങ്ങി പോവുകയാണെങ്കിൽ അവിടുന്ന് ഡാനി പോൾ തുടരുന്നുണ്ട്. ഈ പോലീസിനെ പ്രതിക്കൂട്ടി നിൽക്കുന്ന മറ്റൊരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഡാനി, കഴിഞ്ഞ ദിവസമാണല്ലോ തൃപ്പൂണിത്തുറയിലെ കസ്റ്റഡി മരണമുണ്ടായത്. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഉത്തരവാകുന്നു. പ്രാഥമിക നിഗമനമൊക്കെ അനുസരിച്ച് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. SI അടക്കം സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയി, പ്രതിഷേധമടക്കമുണ്ടായിരുന്നു. ഇന്ന് ഏത് രീതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്വേഷണം ഏത് രീതിയിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്? തൃപ്പൂണിത്തുറയിൽ കസ്റ്റഡി മരണം സംഭവിച്ച കാര്യത്തിൽ ഇതിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം തുടങ്ങിയ ആ മണിക്കൂറിൽ തന്നെ അന്വേഷണത്തിൽ ഉത്തരവിടുകയും അതിൽ അവിടുത്തെ FI ആയിരുന്ന ജിമ്മി ജോസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ പ്രാഥമികമായ ഒരു നടപടിയുടെ ഭാഗമായിട്ട് എന്നാലും ഇത് സംബന്ധിച്ച് കൂടുതൽ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം, ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങളടക്കം വന്നിരുന്നു. നമ്മൾ വാർത്തയിലെല്ലാം വന്ന് ചേർക്കുന്നത് സ്റ്റേഷനകത്ത് മരിച്ച മനോഹരൻ നാൾ വ്യക്തി കുഴിഞ്ഞു വീഴുന്നതും ഓടിച്ചെന്ന് എടുക്കുന്നതും അല്ലാതെ അത്തരം കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇടയാക്കുന്ന ഒരു സാഹചര്യം, ഹൃദയാഘാതം മരണകാരണമായിട്ട് വരുമ്പോൾ അതിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അത് സംബന്ധിയായി കൃത്യമായി പോലീസിന് ഉത്തരവാദിത്വമുണ്ട് എന്നൊരു ആരോപണമാണ് ബലപ്പെടുന്നത്. അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ ഉയർന്നിരുന്നു. കോൺഗ്രസ് അടക്കം അവിടെ പ്രതിഷേധ മാർച്ച് നടത്തി. ഇന്ന്
BJP അവരൊരു സമര പരിപാടികൾ പ്രക്ഷോഭങ്ങൾക്കും എല്ലാം ഇന്ന് രൂപം നൽകും, അത് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ റിപ്പോർട്ട് പോലീസിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ആശയം ഉയരുന്നു. അങ്ങനെയെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ആൾക്ക് അദ്ദേഹത്തെ തുടക്കത്തിൽ തന്നെ മർദ്ദിച്ചിരുന്നു എന്നതടക്കം ദൃക്സാക്ഷികളുണ്ട്. അദ്ദേഹത്തിൻ്റെ കരണത്തടിച്ചു എന്നതടക്കമുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസിൻ്റെ പെരുമാറ്റം, അതോടൊപ്പം തന്നെ അയാൾക്ക് മാനസിക സംഘർഷത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയും ഒരു ആരോപണമായി തന്നെ ഉയരുന്നുണ്ട്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഏത് രീതിയിലാണത് പ്രതിപാദിക്കുക എന്നാണ് അറിയാനുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടായി ഇന്ന് സമർപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വളരെ നിർണായകം തന്നെയാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ചിടത്തോളം. കാരണം ഡാനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് പാറ്റൂരിലെ സംഭവം അത് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. തൃപ്പൂണിത്തുറയിലെ സംഭവത്തിലും പോലീസ് കുറ്റക്കാരാണ്. പോലീസുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട്. ഒരുപാട് വാർത്തകൾ ഇനിയും ബാക്കിയുണ്ട്. പത്രവിശേഷം, നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത സെഗ്മെന്റായ പത്രവിശേഷം ബാക്കിയുണ്ട്. അതിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ആക്കുളം കായലിന് സമീപത്ത് നിന്നുമാണ് പ്രഭാത കേരളം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ കടക്കുന്നത് പ്രഭാത കേരളത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ്. പത്രവിശേഷം. പത്രം 18ലേക്കാണ് ഇനി പ്രേക്ഷകർ പോകുന്നത്. കിരൺ ബാബു വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകളുമായി ചേരുന്നുണ്ട്. കിരൺ, ഒരുപാട് വാർത്തകളുണ്ട്. പ്രധാനമായും ഇന്ന് ഇന്നസെന്റിന്റെ ദേഹവിയോഗം തന്നെയായിരിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളുടെയും മുൻപേജിൽ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട സൈഡ് സ്റ്റോറികൾ അടക്കം ഉണ്ടാകും. മറ്റ് വാർത്തകളും കാണുമല്ലോ. എന്തൊക്കെയാണ് പത്രങ്ങളിലെ ഇന്നത്തെ വിശേഷങ്ങൾ? നമസ്കാരം രഞ്ജിത്ത്. നമസ്കാരം രഞ്ജിനി. എന്തായാലും ഇന്ന് പത്രങ്ങളിലെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് വരുന്ന സമരങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഐക്യത്തിന്റെ വാർത്ത, ഇതടക്കമുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളുമുണ്ട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പത്രങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്ഥലം നൽകിയിരിക്കുന്നത് ഇന്നസെന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ്. പത്രം 18ലേക്ക് സ്വാഗതം. ഇന്നത്തെ മലയാളത്തിൽ ഇറങ്ങിയ ഒട്ടുമിക്ക പത്രങ്ങളിലെയും ഏറ്റവും കൂടുതൽ സ്പേസ് ഇന്ന് നൽകിയിരിക്കുന്നത് ഇന്നസെന്റുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണ്. സെൻട്രൽ സ്പ്രെഡിലാണ്. സെൻട്രൽ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ പത്രത്തിൻ്റെ നടുക്കത്തെ പേജിലെ അപ്പുറവും ഇപ്പുറമുള്ള പേജിൽ ഒരുമിച്ച് വരുന്ന 2 പേജുകളും ചേർത്താണ് മിക്ക പത്രങ്ങളും ഇന്നസെന്റിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിലേക്ക് കടക്കും മുമ്പ് എന്താണ് പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് മാതൃഭൂമി പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ രാഹുൽ എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യമുണ്ടാവാൻ വേണ്ടിയുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ എന്നുള്ള ഒരു വാർത്തയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിൽ വലിയ സമരങ്ങളൊക്കെ നടന്നിരുന്നു. കറുപ്പണിഞ്ഞാണ് ഇന്നലെ സമരം ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് അടക്കം ഇതിൽ നിന്ന് വിട്ടുനിന്നതാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം ഈ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ ഇത്തരം ഒരു ഐക്യത്തിൽ ഒരു മത്സരത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന്, ഇതൊരു തെരഞ്ഞെടുപ്പ് ഐക്യമായി മാറില്ല എന്ന് യെച്ചൂരി തന്നെ ഇന്നലെ തന്നെ പറയുകയും ചെയ്തു. ഈ വിഷയം തന്നെയാണ് മിക്ക പത്രങ്ങളും പ്രധാന വാർത്തയായി മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതി ഒഴിയാൻ ഇന്നലെ തന്നെ നോട്ടീസ് നൽകി എന്നുള്ള വാർത്തയും മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മനോരമ അത് ഒരു വലിയ വാർത്തയായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. വീടൊഴിയാനും നോട്ടീസ് നൽകി. സാധാരണഗതിയിൽ 1 മാസം വരെ അവിടെ താമസിക്കാം, അതിനുശേഷമാണ് പിന്നീട് വീടൊഴിയാൻ നോട്ടീസ് നൽകുക. അതടക്കം വളരെ വേഗത്തിൽ ആണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഉമ്മൻചാണ്ടി ആക്രമിച്ച 3 CPM പ്രവർത്തകർക്ക് തടവ് എന്നുള്ളതായിരുന്നു. നിരവധി പേർ ഇതിനകത്ത് തടവ്. 2013 സെപ്റ്റംബർ 27 ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞത്. അത് 88ാം പ്രതി ദീപക് ചാലാട്ട് 3 വർഷവും 25,000 രൂപ പിഴയും, 80ാം പ്രതി 99ാം പ്രതി, അങ്ങനെ വ്യത്യസ്ത അതിൽ 120 പ്രതികളുണ്ടായിരുന്നു. ബാക്കി പ്രതികൾക്കൊന്നും അങ്ങനെ അവരാരും കുറ്റക്കാരായി കണ്ടെത്തിയിട്ടില്ല. 3 പേർക്കാണ് ഇപ്പോൾ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. അതിന് ഒരാൾ COT നസീർ പിന്നീട് CPM വിട്ട് പോയ വ്യക്തി കൂടിയാണ്. ഇതും മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മാതൃഭൂമിയുടെ എക്സ്ക്ലൂസീവ് വാർത്തയാണെന്ന് തോന്നുന്നു. സർക്കാർ അധ്യാപകർക്ക് 5 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റം. അങ്ങനെ ഒരു കരട് വിദ്യാഭ്യാസ നയം. ഒരു സർക്കാർ അധ്യാപകർക്ക് 5 വർഷം ഒരു സ്കൂൾ പഠിപ്പിച്ചാൽ പിന്നീട് അവർക്ക് സ്ഥലമാറ്റം ഉണ്ടാവും. അത്തരമൊരു തീരുമാനം കർശനമായി നടപ്പാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. അതിൻ്റെ ഒരു കരട് തയ്യാറാക്കി എന്നുള്ളൊരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. മാതൃഭൂമിയിലെ PK മണികണ്ഠൻ്റേതാണ് ഈ വാർത്ത. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇമെയിൽ വിലാസം ഇനി പ്രാദേശിക ഭാഷകളിലും.
ക്രിസ്റ്റീന സാലി ജോസാണ് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമാണ് ഇമെയിൽ അയക്കാൻ കഴിയുന്നത്. അങ്ങനെ കേരളത്തിൽ പ്രാദേശിക മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ തെലുങ്കിലോ ഒക്കെ ഇമെയിൽ വിലാസം അടിക്കാനുള്ള സംവിധാനം നിലവിലില്ല. അതിനും കൂടിയുള്ള സംവിധാനത്തിലേക്ക് വരുന്നു. കൂടുതൽ ജനങ്ങളിലേക്ക് ഭാഷയുടെ അതിർവരമ്പുകൾ മറികടന്നുകൊണ്ട് കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇമെയിൽ അവർക്ക് അല്ലെങ്കിൽ ഇത്തരം സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാങ്കേതികവിദ്യയിൽ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത്തരം മാറ്റങ്ങൾ നിലവിൽ വന്നേക്കാം. ഇപ്പോൾ വരുന്ന മാറ്റങ്ങളെല്ലാം അത്ര വേഗത്തിലാണ് വരുന്നത്. ആ വാർത്തയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. എന്തായാലും ആളുകൾക്ക് താല്പര്യമുള്ളൊരു വാർത്ത തന്നെയാണ്. മറ്റൊന്ന്, ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസ് പ്രതി BJP നേതാക്കൾക്കൊപ്പം പൊതുവേദിയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ്. BJPയുടെ MP അടക്കമുള്ള ബിൽക്കിസ് ബാനു എതിരെ പ്രതിയെ MP അടക്കമുള്ള ഒരു വേദിയിലേക്കാണ് വന്നത്. ഇത് ദേശീയ തലത്തിൽ തന്നെ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടലും ഇന്നലെ ഉണ്ടായിരുന്നു. ഈ കേസിൽ എങ്ങനെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ പിന്നീട് അവരെ ജയിൽ മോചിതരാക്കിയതെന്നുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇതടക്കം പ്രധാന പത്രങ്ങളെല്ലാം തന്നെ വാർത്തയായി മാതൃഭൂമി ചിത്രമടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മനോരമയിലെ മായാതെ മനസ്സിൽ എന്നുള്ളതാണ്. ഇന്നസെന്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഒന്നാം പേജിൽ തന്നെ അവർ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമയും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ ഇന്നസെന്റിന് വേണ്ടി പ്രത്യേകമായി സ്പേസ് നീക്കി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മനോരമയിലെ വാർത്ത NBS ആകർഷകമാക്കും, സർക്കാർ വിഹിതം കൂട്ടിയേക്കുമെന്നുള്ളതാണ്. കേന്ദ്ര നീക്കം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിനിടെയാണ് പെൻഷൻ പദ്ധതി കൂടി ആകർഷകമാക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ള വാർത്ത കൂടി മനോരമ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകുന്നു. ഒപ്പം തന്നെ ഇപ്പുറത്ത് ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. ഇന്നലെ കറുപ്പണിഞ്ഞ് സോണിയാഗാന്ധി കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ പല സമരങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി അടക്കം വന്നുകൊണ്ട് ഒരു സമരം നടക്കുന്നതിനാണ്. കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട MPമാരെയൊക്കെ പലരെയും നമുക്ക് ഇതിൽ കാണുകയും ചെയ്യാം. മറ്റൊന്ന്, ഈ അന്തർദേശീയ വാർത്തയാണ്. ഈ വാർത്തയും മിക്കവാറും പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോടു കൂടി തന്നെയുണ്ട്. ഇസ്രയേൽ പ്രതിഷേധം ശക്തം, അരാജകത്വം നിൽക്കുന്നു, പ്രതിരോധ മന്ത്രിയെ പുറത്താക്കി എംബസികളിലും പണിമുടക്കുന്നതാണ് ഈ ചിത്രമാണ്. അവിടെ നെതന്യാഹു സർക്കാരിൻ്റെ ജുഡീഷ്യറി പരിഷ്കാരങ്ങൾക്കെതിരെ ജെറുസലേമിൽ നടന്ന പ്രതിഷേധിക്കുന്ന ഒരു റാലിയുടെ ചിത്രമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു വലിയ ചിത്രം കൂടി നൽകിയിരിക്കുന്നു. ഈ ചിത്രവും ഇംഗ്ലീഷ് പത്രങ്ങൾ കുറേ കൂടി പ്രാധാന്യത്തോടു കൂടി ഈ വാർത്തയും ചിത്രവും ഒക്കെ നൽകിയിട്ടുണ്ട്. മലയാള പത്രങ്ങൾ മിക്കവാറും ഈ വാർത്ത പ്രാധാന്യത്തെ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മനോരമയുടെ കായിക പേജിലെ വാർത്തയാണ്. വനിതാ IPLയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. വാർത്തയേക്കാൾ അതിനെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ തലക്കെട്ടാണ്. ബാറ്റെടുത്താൽ അങ്കക്കലി, ബോൾ എടുത്താൽ സിംഗപ്പുലി എന്നുള്ളതാണ്. സ്ത്രീകൾ വനിതാ IPLലെ സ്ത്രീകൾ ബൗളർമാരും ബാറ്റ്സ്മാൻമാരും തിളങ്ങുന്നതിനെക്കുറിച്ചാണ്. IPLലെ തിളങ്ങുന്നതിനെക്കുറിച്ച് നല്ല ഒരു വാർത്ത തന്നെയാണ്. ആരെയും ആകർഷിക്കുന്ന ഒരു തലക്കെട്ട് കൂടിയാണ് അവർ അതിന് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കേരളകൗമുദിയിലാണ്. കേരളകൗമുദിയിൽ പ്രധാന വാർത്തയായി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് റോഡിലെ കാടത്തം നിർത്തും, വണ്ടിപിടുത്തം മൊത്തം ഡിജിറ്റലാക്കും എന്നുള്ളതാണ്. റോഡിൽ ആളുകളെ തടഞ്ഞു നിർത്തുകയും അവരോട് മോശമായ രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ഒരാൾ മരണത്തിലേക്ക് വന്നു. അയാൾ മരിച്ചത് ഹൃദയാഘാതം മൂലമാണെങ്കിലും അയാൾ റോഡിൽ പോലീസ് തടഞ്ഞു നിർത്തിയപ്പോൾ അല്പം അകലെ മാറ്റിയാണ് നിർത്തിയത്. ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ മാറ്റി നിർത്തിയപ്പോൾ തന്നെ ആദ്യം തന്നെ അയാളോട് വളരെ പരുഷമായിട്ടാണ് ഇടപെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ പേടിച്ചാണ് ഇത്തിരി മാറ്റി നിർത്തിയത്. സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ പേടിച്ച് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ പോലീസ് അങ്ങനെ ആവേണ്ടതല്ല. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പരിഷ്കൃത കാലത്തും കേരളത്തിലെ ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസുകാർക്കായാൽ ആളുകളോട് അല്പം വരട്ടാം, അല്ലെങ്കിൽ അവരെ വല്ലപ്പോഴുമൊക്കെ അവരെ അടിക്കാം, തെറിവിളിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില പോലീസുകാരെങ്കിലും ഇപ്പോഴുമുണ്ട്. ആ രീതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. പൂർണ്ണമായും ഡിജിറ്റലാക്കി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഡിജിറ്റലായി ക്യാമറയുണ്ട്, അല്ലെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ ക്യാമറയുണ്ട്, അതിൽ ഫോട്ടോ എടുക്കുക. അതിനുശേഷം കൃത്യമായി അതിന് പണിഷ്മെൻറ്റ്. ഇപ്പോൾ റോഡിൽ ഓവർ സ്പീഡിൽ പോയാൽ വീട്ടിൽ ചെല്ലാൻ വരുന്നത് പോലെ വീട്ടിൽ ചെല്ലാൻ വരും, അത് സ്വാഭാവികമായും അടയ്ക്കേണ്ടി വരും. അത്തരമൊരു മാറ്റത്തിലേക്ക് വരുന്ന വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരൂ, കല്യാണ ഒരുക്കം സർക്കാർ നടത്തുമെന്ന് പറഞ്ഞത് ജനാർ കൃഷ്ണൻ്റെ വാർത്തയാണ്. അതും ഒരു പ്രത്യേകതയുള്ള വാർത്തയാണ്. ഇപ്പോൾ ഗോവയാണ് ഇന്ത്യയിൽ ഈ വലിയ ആഡംബര വിവാഹങ്ങൾ, വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണിത്. വലിയ ആഡംബര വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഗോവ, രാജസ്ഥാനും ഒക്കെയാണ്. അതിന് പകരമായി കേരളത്തിൽ ഇത്തരം ആഡംബര വിവാഹങ്ങൾ നടത്താനുള്ള സംവിധാനം നമ്മൾ ഒരുക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള ഈ കോടികളൊക്കെ ചിലവഴിച്ച് വിവാഹം നടത്തുന്നവർ കേരളത്തിൽ വന്ന് വിവാഹം നടത്തുന്നു. സ്വാഭാവികമായും അത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ മാറ്റമുണ്ടാക്കും, അത് ഉത്തേജനമാകും. ഈ പണം കേരളത്തിൽ കൂടി ചിലവഴിക്കുന്നു എന്നുള്ളത് അത് നല്ലൊരു ആശയം തന്നെയാണ്. അത് റിയാസിൻ്റെ പടമടക്കം ആ വാർത്ത കേരള കൗമുദി നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, ഭൂമി രജിസ്ട്രേഷൻ കുതിച്ചു വരുമാനവും എന്നുള്ള വാർത്തയാണ്. അതും കേരള കൗമുദിയുടെ വാർത്തയാണ്. ആ വാർത്തയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ഭൂമി രജിസ്ട്രേഷൻ ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇത്രയേറെ കുതിക്കാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഏപ്രിൽ 1 മുതൽ ഭൂമിയുടെ ന്യായവിലയിൽ വർധനവ് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ ഒരു 20% തുക കൂടി പിന്നീട് നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇടപാടുകൾ നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവരെല്ലാം മാർച്ച് 31 മുമ്പ് വളരെ വേഗത്തിൽ തന്നെ ഇത്തരം ഇടപാടുകൾ
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 4431 കോടി രൂപയാണ് ലഭിച്ചതെങ്കിൽ ഈ വർഷം അത് 5300 കോടി രൂപയാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ആ വാർത്തയുടെ കണക്കുകളടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മൊത്തം വരുമാനം മാർച്ചിൽ മാത്രം 600 കോടിയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, എല്ലാ വർഷവും ഈ സമയത്ത് പത്രങ്ങൾക്ക് നൽകേണ്ടി വരുന്ന വാർത്തയാണ് റോക്കറ്റ് വേഗത്തിൽ വിമാന ചാർജ് വർധന എന്ന കേരള മന്ത്രിയുടെ വാർത്ത. പ്രതിസന്ധിയിൽ പ്രവാസികൾ, ഷാബിൽ ബഷീറിൻ്റെ വാർത്തയാണ്. ആ ഒരു ചാർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായും ആളുകൾക്ക് മനസ്സിലാവും. അബുദാബി കോഴിക്കോട് 18,500 രൂപയ്ക്ക് വരാമായിരുന്നു. 18,500 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കോഴിക്കോട് അബുദാബി 30,000 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ അവധി വരികയാണ്. കേരളത്തിലായാലും ഗൾഫിലായാലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി വരികയാണ്. അതോടൊപ്പം തന്നെ റംസാൻ വരികയാണ്. ഈ രണ്ടും കൂടി വന്നതോടുകൂടി പ്രവാസികൾ വലിയ തോതിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു പോകാനുള്ള അവസരമാണ് കൂടിയാണിത്. ആ അവസരത്തിൽ കൃത്യസമയം നോക്കിയാണ് ഈ വിമാന കമ്പനികളെല്ലാം നിരക്ക് ഉയർത്തുന്നത്. അത് അതുവരെ ഉണ്ടായിരുന്ന ഒരു ചെറിയ തിരക്ക് ഉള്ള സമയത്ത് ചെറിയ വർധന എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെയല്ല, ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ആയിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. സാധാരണ ഒരു കുടുംബത്തിന് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു പോകാൻ 3-4 പേര് വന്നു പോകാൻ 2-3 ലക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹാഭൂരിപക്ഷം പ്രവാസികൾക്കും താങ്ങാൻ കഴിയുന്നൊരു തുകയല്ല. അത്തരം ഒരു വർധനവ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇരുട്ടടിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഗൾഫ് മേഖലയിലുള്ള പ്രവാസികൾ. അതിൻ്റെ ഓരോ സ്ഥലത്തു നിന്നുള്ള ടിക്കറ്റ് ചാർജ് സഹിതമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കേരള കൗമുദിയുടെ 7 അഴകിൽ കേരളം എന്നുള്ളതാണ്. കേരളത്തിന് 7 സ്വർണം ലഭിച്ചു എന്നുള്ളത്, മേളയിൽ സ്വർണം ലഭിച്ചു എന്നുള്ള വാർത്തയും നന്നായി നൽകിയിട്ടുണ്ട്. ഇതും സ്പോർട്സ് പേജിൽ മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇന്നസെൻറ്റിൻ്റെ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ എല്ലാ പത്രങ്ങളും നൽകി. പ്രത്യേകിച്ച് ദേശാഭിമാനിയുടെ വാർത്ത. ദേശാഭിമാനി ഇന്നലെ വളരെ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ്, ഞാൻ പോവാട്ടോ എന്ന് പറയുന്നൊരു തലക്കെട്ടാണ് നൽകിയത്. വളരെ ശ്രദ്ധേയമായ ഒരു തലക്കെട്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. ഇന്നച്ച ചിരിപ്പിച്ച് കരയിച്ചല്ലോ എന്നതാണ് 1-ാം പേജിൽ നൽകിയിരിക്കുന്ന അതിൻ്റെ തലക്കെട്ട്. സാധാരണ ഇങ്ങനെ മരണ വാർത്തയ്ക്ക് ഒരു പക്ഷേ ഇന്നസെൻറ്റിൻ്റെ മരണത്തിലായിരിക്കും ഇങ്ങനെ ഒരു തലക്കെട്ട് നൽകിയതുകൊണ്ട് ആളുകൾ അതിനെ പോസിറ്റീവായി എടുക്കുന്നത്. ആ ആളിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട തലക്കെട്ട്, ഏറ്റവും ശ്രദ്ധിച്ച് തലക്കെട്ട് നൽകേണ്ട ഒരു അവസ്ഥയാണ് ഈ മരണസമയത്ത്. അത് വൈകാരികമായി പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിമനോഹരമായി തന്നെ ഇന്നലെയും ഇന്നും ദേശാഭിമാനി ആ തലക്കെട്ട് നൽകിയിട്ടുണ്ട്. ഇത് മനോരമയുടെ സെൻട്രൽ സ്പ്രെഡാണ്. മനോരമ വളരെ വിശദമായി തന്നെ ഇന്നസെൻറ്റിനെ കുറിച്ച് പ്രധാനപ്പെട്ട ആളുകൾ ഇന്നസെൻറ്റിനെ ഓർക്കുന്നു, ഇന്നസെൻറ്റിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇന്നസെൻറ്റിൻ്റെ പഴയകാലം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ക്യാൻസർ അല്ല മരണകാരണമെന്നും വില്ലൻ കോവിഡും അനുബന്ധ രോഗങ്ങളുമാണെന്ന് ഡോക്ടർ വി പി ഗംഗാധരൻ തന്നെ പറയുന്നുണ്ട്. പലരും ക്യാൻസറിനെ അതിജീവിച്ച ഒരാളായിട്ട് ഇന്നസെൻറ്റിനെ കാണുമ്പോൾ ഇന്നലെ ഇന്നസെൻറ്റ് മരണസമയത്ത് സോഷ്യൽ മീഡിയയിലടക്കം അവസാനം ഇന്നസെൻറ്റിനും അർബുദത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എന്ന മട്ടിൽ പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ക്യാൻസറിൻ്റെ ഏതെങ്കിലും കാരണം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു അംശവുമില്ലായിരുന്നു എന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറയുന്നു. അദ്ദേഹം മരണമുണ്ടായത് കോവിഡ് അനുബന്ധ രോഗങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ക്യാൻസറിനെ അതിജീവിച്ച ആൾ തന്നെയാണ് ഇന്നസെൻ്റ് എന്നുള്ളത് ഉറപ്പിക്കാൻ കൂടി ഉതകുന്നതാണ് ഈ വാർത്ത. ഇത് കേരള കൗമുദിയുടെ സെൻട്രൽ സ്പ്രെഡാണ്. കേരള കൗമുദി സെൻട്രൽ സ്പ്രെഡിലും ചിരിയുടെ സൂപ്പർമാൻ എന്നുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. സൂപ്പർമാൻ്റെ ചിത്രത്തിൽ ഇന്നസെൻ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നസെൻ്റ് വ്യത്യസ്ത വേഷങ്ങൾ കാരിക്കേച്ചറുകളായി പ്രത്യേകമായി നൽകിയിട്ടുമുണ്ട്. ഇത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയും ആ രീതിയിൽ തന്നെ വ്യത്യസ്തമായ ഇന്നസെൻറ്റിനെ കുറിച്ചുള്ള ഫോട്ടോ, അതോടൊപ്പം തന്നെ വിവിധ ആളുകളുടെ ഓർമ്മകൾ, സത്യൻ്റെ ഇന്നസെൻ്റ് സ്കെച്ച്, പ്രത്യേകിച്ച് സത്യനന്ദിക്കാടിനെ എന്നൊരു സംവിധായകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഇന്നസെൻറ്റുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് മലയാളിക്ക് ഭൂരിപക്ഷം പേർക്കും ആലോചിക്കാൻ കഴിയൂ. അത്രത്തോളം ബന്ധമുണ്ടായിരുന്നവരാണ്. അതടക്കം കൃത്യമായി നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയും സെൻട്രൽ സ്പ്രെഡ് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. അതും വിട പറയും മുമ്പേ എന്നാണ് ഒരു പേജിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത പേജിൽ ഒരു നോക്ക് കാണാൻ എന്നുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും എല്ലാം ആദരവർപ്പിക്കുന്നതും അത് ഇന്നസെൻറ്റിന് ഒരു അർഹമായ ആദരം തന്നെയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നൽകിയിരിക്കുന്നത്. എന്തായാലും പത്രം 18 സമയം പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം പത്രം 18. വെൽക്കം ബാക്ക് ടു പ്രഭാത കേരളം. കായലിന് സമീപത്ത് നിന്നും പ്രഭാത കേരളം തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടേതായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഈ മുഖദാറിൽ റമദാനുമായി ബന്ധപ്പെട്ട കടകൾ ആളുകൾ അടപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത, അതുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു റിപ്പോർട്ടാണ്. അതായത് 2018 ഓഗസ്റ്റ് 17-നും ഈ സമാനമായ സംഭവം ഈ മുഖദാറിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. വിനേഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. സ്ഥലത്തെ മതമൗലികവാദികളാണ് കടകൾ അടപ്പിച്ചതും അക്രമം നടത്തിയതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി. റാഫി ഹാജിയുടെ കടയിൽ അക്രമം നടത്തിയത് സ്ഥലത്തെ മതമൗലികവാദികളാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
കോഴിക്കോട് മുഖദാറിൽ 2018 ഓഗസ്റ്റ് 17 നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇവിടെ സമാനമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഈ റമദാനിൽ തുറന്ന കടകൾ ഈ അക്രമികൾ, അതായത് മതമൗലികവാദികളായുള്ള ആളുകൾ അടപ്പിക്കുന്ന ഒരു പശ്ചാത്തലം. എസ് വിനേഷ് കുമാർ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. റാഫി ഹാജി എന്ന ആളുടെ കടയിലാണ് 2018 ഇത്തരത്തിൽ ഒരു ആക്രമ സംഭവം നടന്നത്. കടകൾ അടപ്പിക്കുന്നത് മാത്രമല്ല, അവർ വലിയ രീതിയിലുള്ള അക്രമവും ആ ഭാഗത്ത് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനേഷ്, ഇത് അവിടെ ആദ്യമായി അല്ല ഈ സംഭവം, സ്ഥിരമായി ഇങ്ങനെ നടക്കാറുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുമ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനെതിരെ ഇടപെടലൊന്നും ഉണ്ടാകാറില്ലേ? ഈ സംഭവത്തിന്റെ, ഈ റാഫി ഹാജിയുടെ 2018 ഓഗസ്റ്റ് 17 ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ്? രഞ്ജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. അതായത് ഈ മുഖദാറിൽ ഇത് ആദ്യമല്ല ഈ കടകൾ അടയ്ക്കാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം നൽകുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ സാധാരണ കച്ചവടം നടത്തി വരുന്ന, ചായ കച്ചവടം നടത്തി വരുന്ന ആളുകളെ ഇത്തരത്തിൽ മതമൗലികവാദികൾ ഭീഷണിപ്പെടുത്തുകയും റമദാൻ മാസത്തിൽ ഒരു കാരണവശാലും കട തുറക്കരുത് എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയം കഴിഞ്ഞിട്ട് പോലും ഇവിടെ കടകൾ തുറക്കാനുള്ള അവകാശം ആളുകൾക്കില്ല. കാരണം നോമ്പ് തുറന്നതിന് ശേഷം ആളുകൾ ബീച്ചിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ, മുഖദാർ മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഭീഷണിയും മറ്റും നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ 2018 റമദാൻ കാലത്താണ്. കാരണം ഈ മുഖദാറിലുള്ള റാഫി ഹാജി എന്ന് പറയുന്ന ആളുടേതാണ്. ഈ റാഫി പിന്നെ ഹജ്ജിന് പോകാൻ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കടകൾ തുറന്ന സമയത്ത് ഒരു സംഘം ആളുകൾ എത്തുകയായിരുന്നു. എത്തിയിട്ട് കട അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടും കട അടയ്ക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെയാണ് ഇവർ നിർബന്ധിച്ച് റാഫി ഹാജിയുടെ സഹോദരനും അതുപോലെ തന്നെ സഹോദരന്റെ പുത്രനെയും ഇവർ മർദ്ദിക്കുന്നതും കൂടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒപ്പം തന്നെ ഈ കടയുടെ ഷട്ടർ വലിച്ചു താഴ്ത്തുന്നതിനിടയിൽ ഈ റാഫി ഹാജിയുടെ കയ്യിലേക്കാണ് ഇത് വന്ന് അടിക്കുന്നത്. അതിനുശേഷം കയ്യിലും അതുപോലെ തന്നെ മുഖത്തും റാഫി ഹാജിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ നടപടി ഉണ്ടായില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കേസെടുക്കാൻ പോലും തയ്യാറായില്ല. പോലീസ് എന്ന് പറയുന്നത് പിന്നീട് ഈ കമ്മിറ്റിയുമായി ഈ കമ്മിറ്റിക്കാരെല്ലാം ഇടപെട്ട് ഇത് അവരുടെ മധ്യസ്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇങ്ങനെ ഒരു അക്രമം നടന്നിട്ട് പോലും പോലീസിന്റെ ഒരു സാന്നിധ്യം പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിലുള്ള ഭീഷണി ഇവിടുത്തെ ആളുകൾക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ആദ്യ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ, ഇങ്ങനെ ഭീഷണി നേരിടുന്നു എന്ന വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇവിടെ ചില മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു. CPM-ന്റെ അവിടുത്തെ പാർട്ടി ബ്രാഞ്ച് നടന്നിരുന്നു. അതിലെല്ലാം തന്നെ ഒരു സമവായം എന്നുള്ള രീതിയിലേക്ക് കടകൾ തുറക്കാം എന്നുള്ള രീതിയിലേക്കുള്ളൊരു പോയിരുന്നു. പക്ഷേ അപ്പോഴും ഈ കമ്മിറ്റി, അതായത് ഈ മതമൗലികവാദികൾ 11 മണി വരെ കടകൾ തുറക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വെച്ചു, കടകൾ തുറക്കുകയാണെങ്കിൽ പോലും. പക്ഷേ അത് കേൾക്കാൻ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് ഇടപെട്ടു. 12 മണി വരെ കടകൾ തുറക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇത്തവണ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി മറ്റു കാര്യങ്ങൾ, ചില കടകൾ മാത്രം ഇന്നലെ തുറന്നിട്ടുമുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഈ 2018 വളരെ സംഘടിതമായ ഒരു അക്രമം ഇവർ നടത്തി റമദാൻ കാലത്ത് എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതീവ ഗൗരവമായ കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ അതായത് ഈ കടകളെല്ലാം തന്നെ ഏറ്റവും സാധാരണക്കാരായ കടകൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ടും ഈ
വിഷയത്തിൽ ഒരു നിയമപരമായ എന്തെങ്കിലും നീക്കങ്ങൾ, നിയമപരമായ നടപടികളോ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷമെങ്കിലും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? അതോ ഈ പ്രശ്നം അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒന്നാണോ? രഞ്ജിത്ത്, ഇതിന്റെ നമ്മൾ ആദ്യ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇത്തരത്തിൽ ആളുകൾ ഭീഷണിപ്പെടുത്തി കടകൾ അടപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പോലീസിന്റെയോ നിയമത്തിന്റെയോ ഭാഗത്ത് മറ്റുള്ള നിയമ നടപടികളോ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. പോലീസ് കൃത്യമായി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണ്, സ്ഥലത്തെ ഒരു കൌൺസിലർ ഉൾപ്പെടെയുള്ള ആൾ ഇതിന് നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മുകളിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന്മേൽ യാതൊരു തരത്തിലുമുള്ള നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് രഞ്ജിത്ത് ഇതാണ്. അതായത് ഈ കടകളെല്ലാം തന്നെ ചെറിയ ചെറിയ ചായക്കടകളും വൈകുന്നേരം കിട്ടുന്ന നാടൻ എണ്ണക്കടികളും മറ്റും കിട്ടുന്ന കടകളാണ്. ഇത് കോർപ്പറേഷന്റെ സ്ഥലമാണ്. ഇവിടെ ചെറിയ പന്തൽ പോലെ അല്ലെങ്കിൽ ചെറിയ ഷെഡ് പോലെ വച്ച് കെട്ടിയതിന് ശേഷമാണ് ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നത്. ഈ കോർപ്പറേഷന്റെ സ്ഥലത്ത് നിന്ന് ഇവരെ ഒഴിപ്പിക്കണം എന്നും ഈ സംഘം തന്നെ ആവശ്യപ്പെടുന്നുമുണ്ട്. കാരണം കോർപ്പറേഷന്റെ സ്ഥലങ്ങളിൽ നമുക്കറിയാം, പൊതുസ്ഥലങ്ങളിലൊക്കെ ഹൈവേ അരികളിലൊക്കെ ആളുകൾ ചെറിയ ചെറിയ കടകളൊക്കെ കെട്ടി ജീവിച്ചു പോകുന്നവരുണ്ട്. അത് ഓരോ കാലങ്ങളിലും കയ്യേറ്റം ഒഴിപ്പിക്കാറുമുണ്ട്. പക്ഷേ ഇവരെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന്, അതായത് ഈ ഭീഷണി നടത്തുന്ന കൌൺസിലറുടെ നേതൃത്വത്തിലുള്ള, അതായത് കോർപ്പറേഷൻ കൌൺസിലറുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്ന് കർശനമായി കോർപ്പറേഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു നടപടിയും അടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ടാവും. എന്തായാലും അതിനേക്കാൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു റമദാനിൽ കട തുറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിഭീകരമായി ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിർബന്ധിതമായി കടയടപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഗൗരവമായ കാര്യമാണ്. എന്തായാലും ഒരിക്കലും പുരോഗമന സമൂഹത്തിന് ചേർന്ന ഒരു നടപടിയല്ല ഈ മതവാദികൾ ഉണ്ടാക്കുന്നത്. അത് തടയാൻ ഒരു സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരിക്കൽ കൂടി യെസ്, 2018 ഓഗസ്റ്റിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത്. അന്ന് മുഖദാർ റമദാനിൽ തുടർന്ന കടകൾ അക്രമികൾ ആക്രമിക്കുന്നതും അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് കണ്ടത്. പക്ഷേ ഇപ്പോഴും 2023 ആകുമ്പോഴും റമദാൻ കാലം തുടങ്ങിയിട്ടുണ്ട്. അത്തരം കാഴ്ചകൾ അവിടെ ആവർത്തിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് വിനേഷ് ഈ വാർത്ത പുറത്തുവിടുന്നുണ്ട്. അപ്പോഴും ഈ പാർട്ടികൾ ഇടപെട്ട് ചർച്ച നടത്തിയ സമവായത്തിലേക്ക് എത്തുന്നു. പക്ഷെ അതൊന്നും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഇടപെടുന്നു. പോലീസ് 12 മണി വരെ കട തുറക്കാമെന്ന് പറയുന്നു. എന്നിട്ടും കൃത്യമായ ഒരു പരിഹാരം ഇപ്പോഴും ഉണ്ടായില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിനേഷ് കുമാർ എക്സ്ക്ലൂസീവായി തന്നെ നമുക്ക് നൽകിയ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. നമുക്കിനി ഇപ്പോൾ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്ത അതിങ്ങനെ കുറേ ദിവസങ്ങളായി കേൾക്കുന്നുണ്ട്. അരിക്കൊമ്പനെ തളയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട് എങ്കിൽ പോലും കോടതിയുടെ ഉത്തരവാണ് അതിന് ഒരു വിഘാതമായുള്ളത്. പക്ഷേ ദൗത്യവുമായി സംഘം മുന്നോട്ട് പോവുകയാണ് അരിക്കൊമ്പനെ തളയ്ക്കാൻ. എന്തായാലും രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനമുണ്ടായാൽ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. രൂപീകരണം ഇന്ന് രാവിലെ 10 മണിക്ക് ദേവികുളം വനവകുപ്പ് നഴ്സറിയിലാണ് യോഗം. കോടതി വിധി അനുകൂലമായാൽ 30-ന് തന്നെ ദൗത്യം നടപ്പിലാക്കാൻ, അതായത് നാളെ അല്ലേ, നാളെ 30 അല്ല, നാളെ 29 കോടതിയിൽ കേസ് വരുന്നുണ്ട്. മറ്റന്നാൾ തന്നെ ഈ ദൗത്യം നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വനവകുപ്പ്. അരിക്കൊമ്പൻ ദൗത്യത്തിനെതിരായ കേസ് നാളെയാണ് കോടതി പരിഗണിക്കുക. നാളെ തന്നെ മോക്ക് ഡ്രിൽ നടത്താനാണ് തീരുമാനം. അരിക്കൊമ്പന് വരുത്തിവെച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ വനവകുപ്പ് കോടതിയെ ധരിപ്പിക്കും. കോടതി വിധി അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ
30-ന് തന്നെ നടപടി പൂർത്തീകരിക്കാനാണ് തീരുമാനം. 71 അംഗ സംഘം 11 ടീമുകളായി തിരിഞ്ഞാണ് ദൗത്യം നടപ്പിലാക്കുക. സംഘങ്ങളുടെ രൂപീകരണം ഇന്ന് നടക്കും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൗത്യസേന ഇടുക്കിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടെ 4 കുംകിയാനകളെയും ചിന്നക്കനാലിൽ എത്തിച്ചിട്ടുണ്ട്. അതേസമയം മേഖലയിൽ പ്രതിഷേധങ്ങളും തുടരുകയാണ്. പൂപ്പാറയിൽ CPM പ്രവർത്തകർ തിരിതെളിച്ച് പ്രതിഷേധിച്ചു. 2 പതിറ്റാണ്ടിനിടയ്ക്ക് ഈ മേഖലയിൽ 29 വരെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പ്രതിഷേധ യോഗങ്ങൾ തുടരാനാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം. വിധി പ്രതികൂലമായാൽ ഹർത്താൽ അടക്കമുള്ള സമരം നടത്തും. ന്യൂസ് 18 ഇടുക്കി. തീർച്ചയായും അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും അരിക്കൊമ്പനെ കൂട്ടിലാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ ചിന്നക്കനാലിൽ പൂർണ്ണമാണ്. നാളെ കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അനുകൂലമായ വിധി വന്നാൽ 30-ന് തന്നെ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലാണ്. പക്ഷേ കോടതി വിധി വരുന്നുണ്ട്. മോക്ക് ഡ്രിൽ എന്തായാലും നാളെ തന്നെ നടത്താനാണ് അവരുടെ തീരുമാനം. നമുക്കിനിയും വയനാട്ടിലേക്ക് ഒന്ന് പോകണം. വയനാട് അപ്പപ്പാറയിൽ സ്വകാര്യ എസ്റ്റേറ്റിൽ അനധികൃത മരം മുറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. പരിസ്ഥിതി സംഘടനകളുടെ പരാതിയിൽ വനം വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് അനുമതി ഉള്ളതിൽ കൂടുതൽ മരം മുറിച്ചെന്ന് കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥരുടെ രഹസ്യമായ ഒത്താശയോടെയാണ് മരമുറി എന്ന ആരോപണവുമുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറയിലെ സ്വകാര്യ എസ്റ്റേറ്റിലാണ് വനംവകുപ്പിന്റെ അനുമതി ഉള്ളതിൽ കൂടുതൽ മരം മുറിച്ചതായി വനംവകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയത്. സംരക്ഷിത മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുള്ള ജന്മം പട്ടയ ഭൂമികളിലെ മരമെന്ന വ്യാജേനയാണ് അനധികൃത മരമുറി എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആരോപണം. തിരുനെല്ലി പഞ്ചായത്തുകളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വീട്ടി ഉൾപ്പെടെയുള്ള സംരക്ഷിത മരങ്ങൾ അനധികൃതമായി മുറിക്കുന്നതായും പരാതിയുണ്ട്. മാനന്തവാടി, തിരുനെല്ലി ഭാഗങ്ങളിലുള്ള എല്ലാ എസ്റ്റേറ്റുകളിലും കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള വനം കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എല്ലാവിധ ഒത്താശകളും അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ നിയമപരമായി അനുമതിയുള്ള വീട്ടുമരങ്ങൾ മാത്രമാണ് മുറിച്ചതെന്നും എല്ലാ അനുമതി രേഖകളും ഉണ്ടെന്നുമാണ് തോട്ടം ഉടമകളുടെ വിശദീകരണം. എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരുന്നുവെന്നും കരാറുകാരന് പറ്റിയ അബദ്ധമാണ് അധിക മരം മുറിക്കാൻ കാരണമായതെന്നും തോട്ടമുടമകൾ പറയുന്നു. 25 കുറ്റി മരം മുറിക്കാനാണ് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ 2 മരങ്ങൾ കൂടുതൽ മുറിച്ചതായി വനം വകുപ്പ് വിജിലൻസ് ടീമിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്ന് വടക്കേ വയനാട് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. പരാതികളുടെ അടിസ്ഥാനത്തിൽ തിരുനെല്ലി പഞ്ചായത്തിലെ തോട്ടങ്ങളിൽ സംരക്ഷിത മരങ്ങളുടെ വിശദമായ പരിശോധനയ്ക്ക് വനംവകുപ്പിന്റെ സംസ്ഥാന വിജിലൻസ് വിഭാഗം ഇന്ന് ജില്ലയിലെത്തുമെന്നാണ് വിവരം. ന്യൂസ് 18 വയനാട്. കേരളത്തിൽ നിന്നുള്ള പാസ്പോർട്ട് ഓഫീസ് ജീവനക്കാർക്ക് അർഹമായ സ്ഥലം മാറ്റം നൽകുന്നില്ലെന്ന് പരാതി. 3 കേന്ദ്രങ്ങളിൽ തസ്തികകൾ ഒഴിഞ്ഞുകിടന്നിട്ടും സ്ഥലം മാറ്റ അപേക്ഷകൾ പരിഗണിക്കുന്നില്ല. 6 വർഷം മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റിയ 55 പേരാണ് കേരളത്തിലേക്ക് തിരികെ എത്താൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. 2015 സ്ഥലം മാറ്റ നയപ്രകാരമാണ് 2016 പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് 55 പേരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. 2 വർഷമായിരുന്നു ആ നിയമനങ്ങളുടെ കാലാവധി. പിന്നീടത് 3 വർഷമാക്കി ഉയർത്തി. ട്രാൻസ്ഫറിന് ശേഷം 6 വർഷം പിന്നിട്ടിട്ടും കേരളത്തിലെ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസുകളിലെ ഒഴിവുകളിലേക്ക് ഇവരുടെ അപേക്ഷകൾ പരിഗണിക്കാനോ അതിലൂടെ ഒഴിവുകൾ നികത്താനോ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പാസ്പോർട്ട് ഓഫീസിലെ ജീവനക്കാർ കടന്നു പോകുന്നത്. ഒരു പരിഹാരം, അടിയന്തരമായൊരു പരിഹാരം, പ്രത്യേകിച്ച് നമുക്ക് മലയാളിയായ ഒരു വിദേശകാര്യ സഹമന്ത്രി തന്നെയുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ തന്നെ ഇക്കാര്യത്തിലുണ്ട്. സുപ്രീം കോടതി വനിതാ ജീവനക്കാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു അനുഭാവപൂർവമായ പരിഗണന നൽകണമെന്ന് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ട്. അതുപോലെ ശ്രീമതി സുഷമ സ്വരാജ് മന്ത്രിയായിരിക്കുന്ന സമയത്തുമൊക്കെ തന്നെ വളരെ മാനുഷികമായി ഈ കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടായി. മുംബൈ, പൂനെ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, ഗോവ, അഹമ്മദാബാദ്, ഭോപ്പാൽ ഓഫീസുകളിലാണ് മലയാളികൾ കൂടുതലും ജോലി ചെയ്യുന്നത്. പലരും റിട്ടയർമെന്റിനോട് അടുത്ത പ്രായമുള്ള സ്ത്രീകളാണ്. കഴിഞ്ഞ ദിവസം ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഉഷാകുമാരി എന്ന ജീവനക്കാരി മരിച്ചതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് ജീവനക്കാർ. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കോട്ടയത്ത് നിന്നാണ്. രഞ്ജിത്ത്, ഈ കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നേഴ്സ് മരിച്ച സംഭവമൊക്കെ വലിയ വാർത്തയായതാണ്, ചർച്ചയായതാണ്. പക്ഷേ അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, വിജിലൻസ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ടാണ്. സംഭവം ഉണ്ടാകുന്നതിന് മുൻപും ഹോട്ടലിനെതിരെ പരാതി ലഭിച്ചിട്ടും സാമ്പിൾ എടുക്കാൻ പോലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറായില്ല എന്ന് വിജിലൻസ് കണ്ടെത്തി. ജില്ലയിൽ മറ്റു സംഭവങ്ങളിലും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായാണ് പക്ഷേ സുരക്ഷാ വിഭാഗം ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തലുണ്ടായിരിക്കും.
കഴിഞ്ഞ ഡിസംബർ 29-നാണ് കോട്ടയം സംക്രാന്തിയിലെ മലപ്പുറം മന്തി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നേഴ്സ് മരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 57 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ചെയ്തു. എന്നാൽ ഈ ഹോട്ടലിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഗുരുതര വീഴ്ച വരുത്തിയതായി വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തി. നവംബർ 14-ന് ഇതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായി. 2 പരാതികൾ രേഖാമൂലം ലഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ സാമ്പിൾ എടുക്കാൻ പോലും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് ജില്ലാ ഓഫീസിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തി. കോടതി ഫൈൻ ഉത്തരവിട്ട കേസുകളിൽ പോലും ഇത് പിടിച്ചെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം തയ്യാറാകുന്നില്ല. പാലായിൽ മാത്രം ഇത്തരം 7 കേസുകളുണ്ട്. പരാതികൾ ലഭിക്കുന്നുണ്ടെങ്കിലും വേഗത്തിലുള്ള പരിശോധന നടക്കുന്നില്ല. 6 ദിവസം മുതൽ 37 ദിവസം വരെ വൈകിയാണ് പരിശോധനകൾ. ഇത് ഗുരുതര വീഴ്ചയാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഹോട്ടലുകൾ എന്തുകൊണ്ട് തോന്നും പോലെ ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നതിന്റെ ഉത്തരം കൂടിയായി മാറി വിജിലൻസിന്റെ കണ്ടെത്തലുകൾ. കോട്ടയത്ത് വിജിലൻസ് SP VG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച സ്കൂൾ വിദ്യാർത്ഥി ഒരു വർഷമായി ലഹരിക്കടിമയെന്നാണ് പോലീസ് പറയുന്നത്. തൻ്റെ സുഹൃത്തുക്കളും ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പുറത്തു നിന്നുള്ളവരാണ് ലഹരി വസ്തുക്കൾ സ്കൂൾ കവാടത്തിൽ എത്തിച്ചു നൽകുന്നതെന്നും ഈ വിദ്യാർത്ഥിനി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും കുന്നമംഗലം പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഞായറാഴ്ചയാണ് 8ാം ക്ലാസ്സുകാരെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. നമുക്ക് ഈ വാർത്ത തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കണം. തീർച്ചയായും എന്തായാലും നമ്മുടെ നന്ദനാണ് ആ വാർത്ത പുറത്തുവിട്ടത്. ഒരു സ്കൂൾ വിദ്യാർത്ഥികളെ ക്യാരിയറുകളാക്കുകയാണ് ലഹരി സംഘങ്ങൾ. എന്തായാലും അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായാലും സിറ്റി പോലീസ് കമ്മീഷണറായാലും ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇടപെടുന്ന സാഹചര്യങ്ങൾ. ഇങ്ങനെയുള്ള വിഷയത്തിൽ വളരെ വേഗത്തിൽ ഇടപെടൽ ആവശ്യമാണ്. കാരണം നമ്മുടെ തലമുറയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ വാർത്ത പുറത്തു വരുമ്പോൾ സംസ്ഥാനത്തെ മിക്ക സ്കൂളുകളിലും ഇത്തരം മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എന്നുള്ളതാണ്. ശക്തമായ ഇടപെടൽ ഈ ഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴെങ്കിലും നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ പെട്ടുപോകുമെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാർത്തയിലേക്ക്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തപ്പോൾ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. 1 വർഷത്തിലേറെയായി MDMA ഉപയോഗിക്കാറുണ്ടെന്നും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ആദ്യം ലഹരി നൽകിയതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. സ്കൂളിലെ മറ്റു കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് കുട്ടിയുടെ മൊഴിയിലുണ്ട്. പുറത്തു നിന്നുള്ളവരാണ് സ്കൂൾ കവാടത്തിൽ ഇത് എത്തിച്ചു നൽകിയിരുന്നതെന്ന് മൊഴിയിൽ പറയുന്നു. പെൺകുട്ടിയുടെ മൊഴി പരിശോധിക്കുമെന്നും കേസിൽ അന്വേഷണം തുടങ്ങിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇങ്ങനെ ചൂട് കൂടി വരുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിലൊക്കെ വേനൽ മഴ ലഭിച്ചെങ്കിലും ആ ചൂടിനൊരു പരിഹാരമായിട്ടില്ല. ഇതേ തുടർന്ന് പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം ഇങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. 2018 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ചാലിയാറിലെ കണ്ണൻകുണ്ടിൽ നിന്നും പുനരധിവസിപ്പിക്കപ്പെട്ട 34 ആദിവാസി കുടുംബങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇപ്പോൾ നേരിടുന്നത്. സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകിയില്ലെങ്കിലും കുടിവെള്ളത്തിന് വേണ്ട സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ദയനീയമായ കാര്യം. ഇപ്പോഴും കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ആദിവാസി മാതൃകാ ഗ്രാമങ്ങളിലെ കുടുംബാംഗങ്ങൾ. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പ്രളയബാധിതരായ 34 ആദിവാസി കുടുംബങ്ങൾക്ക് കണ്ണൻകുണ്ടിൽ സർക്കാർ വീടൊരുക്കി നൽകിയത്. എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന മാതൃകാ ഗ്രാമ പദ്ധതിയായിരുന്നു ഇവിടുത്തേത്. ജൽജീവൻ പദ്ധതിയിലൂടെ വെള്ളം നൽകുമെന്ന ഉറപ്പാണ് അധികൃതർ നൽകിയത്. എന്നാൽ എന്നത്തേക്ക് അത് നടപ്പിലാക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇന്നും നൽകിയിട്ടില്ല. ചാലിയാർ പഞ്ചായത്തിനും ഇതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളമില്ലാത്ത കൊണ്ട് മാത്രമാണ് താമസക്കാർ. നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിലിപ്പോൾ നമ്മൾ ജലജീവൻ മിഷൻ നിലവിലുള്ളത് കൊണ്ട് നമ്മളതിൻ്റെ പുറകിലിങ്ങനെ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. ഉടൻ തന്നെയാണ് നടക്കുന്നത്. ഏകദേശം എത്ര കാലത്തിനുള്ളിൽ നടക്കുന്നത്? ഏകദേശം 2 മാസത്തിനുള്ളിൽ തുടങ്ങും എന്നാണ് ഇപ്പോൾ. ഈ വേനൽ, കടുത്ത വേനൽ കഴിഞ്ഞിട്ട് വെള്ളം കിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവിടെ വെള്ളപ്പോൾ എല്ലാ വാർഡും ഇപ്പോൾ കടുത്ത ചൂടായത് കൊണ്ടിപ്പോൾ നമ്മളെ പല വാർഡുകളിലും വെള്ളം കിട്ടാത്ത അവസ്ഥ. കുടിവെള്ളം ലഭിക്കാത്തതിനാൽ ഭൂരിഭാഗം വീടുകളിലും ആരും താമസം തുടങ്ങിയിട്ടില്ല. താമസം തുടങ്ങിയവരാകട്ടെ വെള്ളത്തിനായി പെടാപ്പാടുപെടുന്നു. ഞങ്ങളെ മനസ്സിലായിട്ട് കാണണ്ടേ, ഞങ്ങൾ വെള്ളം ഒന്ന് കുടിക്കണ്ടേ? ഞങ്ങൾ ഇങ്ങനെ കാലാകാലം ഞങ്ങൾ കണ്ടോലൊക്കെ കിണറ്റിന്ന് വെള്ളം മുക്കി കുടിക്കാൻ ഒരു സമ്മതിക്കുക. ഓരെന്താ പറയണ, വെള്ളത്തിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും കുടിവെള്ളമായില്ലേ കിണറായില്ല എന്നാ അവർ ചോദിക്കണേ. അപ്പൊ ഞങ്ങൾ അത് കേട്ട് മുക്കിക്കൊണ്ടിരും, അല്ലാതെ അപ്പൊ എന്താ കാട്ടണേ? സമീപവാസികളായ റിയാസും പ്രകാശും
അവരുടെ കിണറ്റിൽ നിന്നും വെള്ളം നൽകുന്നതുകൊണ്ടാണ് 10 ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത്. ഞങ്ങൾ ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം അടിക്കുന്നത്. ഇന്ന് വെള്ളം അടിച്ചു, ഇനി നാളല്ല മറ്റന്നാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുള്ളൂ. അതിനെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയൊക്കെയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ഏറ്റി കൊണ്ടിരുന്നുണ്ടാവും വെള്ളം. ഇവിടെ ചെറിയ ചെറിയ മക്കളും ഒക്കെ ഉണ്ട്. ഇവിടെ കിണർ കുത്തി, ആ കിണറിൽ ഒരു കുത്താൻ വലിയ ആളെ പോലെ ഒരു വന്ന് കുത്തി, അതിൽ പാറ കണ്ടുകൊണ്ട് അവർ ആ കിണർ അവിടെ ഇട്ടു. വേനൽക്കാലത്ത് കോളനിവാസികൾക്ക് വെള്ളമെത്തിക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ നിലവിലെ പ്രതിസന്ധി രൂക്ഷമാകും. മാത്രമല്ല, വീഴാറായ പഴയ വീടുകളിൽ കഴിയുന്ന ബാക്കി കുടുംബങ്ങൾക്ക് ഇവിടെ വെള്ളം ലഭിച്ചാൽ മാത്രമേ കണ്ണംകുണ്ടിലെ വീടുകളിലേക്ക് മാറാൻ കഴിയൂ. അപ്പോൾ മാത്രമേ പുനരധിവാസം പൂർണ്ണമാവുകയും ചെയ്യൂ. ന്യൂസ് 18 മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് കർണാടക. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടല്ലേ? രാകേഷാണ് വിവരങ്ങളുമായി രാകേഷ് ചേരും. രാകേഷ്, കർണാടകയിൽ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിലാണ്. തീയതി സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത അത് ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഏതായാലും കർണാടക തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏത് സമയം വേണമെങ്കിൽ അത്തരമൊരു അറിയിപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകും. ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം 2018 ഈ ദിവസമാണ് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. JDS 93 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് 128 സീറ്റുകളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി. BJPയും വലിയ പ്രചാരണ പരിപാടികളായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് കർണാടകയുള്ളത്. പക്ഷേ ഈ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും ചൂടുപിടിക്കുന്നത് സംവരണ വിഷയമാണ്. സംവരണ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാനം വേദിയാകുന്നതെന്നാണ്. അത് വലിയ ചർച്ചാ വിഷയമാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ചർച്ചയാകാൻ പോകുന്ന വിഷയമായി അത് മാറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ മുസ്ലിം സംവരണം 4% ഉണ്ടായിരുന്ന മുസ്ലിം സംവരണം റദ്ദാക്കിയത്. അതിൽ 2% സംവരണം അവിടുത്തെ 2 പ്രബല വിഭാഗങ്ങളായ ലിംഗായത്തുകൾക്കും ഒപ്പം തന്നെ വൊക്കലിംഗ സമുദായത്തിന് നൽകുന്ന നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കർണാടകയിൽ ജനസംഖ്യയുടെ 27% വരും ലിംഗായത്തുകളും ഒപ്പം തന്നെ വൊക്കലിംഗുകളും. പ്രബല സമുദായമാണ്. പണത്തിന്റെ സ്വാധീനത്തിന്റെ കാര്യത്തിലായാലും അധികാരത്തിന്റെ കാര്യത്തിലായാലും വലിയ സ്വാധീനമുള്ള 2 വിഭാഗങ്ങൾ. അവരെ കയ്യിലെടുക്കാനുള്ള നീക്കം ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. ഇതിനെതിരെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊന്ന് ദളിത് സംവരണം വിഷയവും അവിടെ ആളിക്കത്തുകയാണ്. സംവരണത്തിലുള്ള സംവരണമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ അവിടെ മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ വീടും ഒപ്പം തന്നെ ഓഫീസും ബഞ്ചാര വിഭാഗത്തിലുള്ള പ്രതിഷേധക്കാർ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാനത്ത് ശിക്കാരിപുര, യെദ്യൂരപ്പയുടെ നാടാണ് ശിക്കാരിപുര, അവിടെയാണ് വലിയ പ്രതിഷേധം അരങ്ങേറുകയും യെദ്യൂരപ്പയുടെ വീട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് ഏതായാലും 144 അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഈ ബഞ്ചാര സമുദായം വ്യക്തമാക്കുന്നത് സർക്കാർ കൊണ്ടുവന്ന പുതിയ സംവരണത്തിലുള്ള സംവരണത്തിൽ അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയാൻ ഇടയാക്കുമെന്ന ആണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അവരെ ഏതായാലും അന്വയിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി ഈ ബഞ്ചാര സമുദായം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഈ സംവരണ വിഷയം വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും. അതാണ് പ്രധാനപ്പെട്ട വിവരം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാശിയേറിയ പോരാട്ടമാണ്. BJP ഒരു ഈസി വാക്ക് ഓവർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ സർവേ ഫലങ്ങളൊക്കെ BJPക്കെതിരാണ്. കോൺഗ്രസ് ഒരുപക്ഷെ തമ്മിലടി എന്ന് അവസാനിപ്പിച്ച് ഒരുമിച്ച് നിന്നാൽ അവിടെ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നുണ്ട്. BJPക്ക് പ്രതികൂലമായ ഒരുപാട് കാര്യങ്ങൾ കർണാടകയിൽ സംഭവിക്കുന്നുണ്ട്. അഴിമതി കേസിൽ MLA അറസ്റ്റിലായതടക്കം 128 സീറ്റിലടക്കം കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. JDS സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. BJP നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയ സാഹചര്യമുണ്ട്. ഈ ജനുവരി ആദ്യം മുതൽ തന്നെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം വരെ കർണാടകയിൽ എത്തുന്നു. 7 പ്രാവശ്യമാണ് പ്രധാനമന്ത്രി ഈ ഒരു 2 മാസത്തെ കാലയളവിൽ വലിയ വലിയ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അടക്കം അവിടെ എത്തുന്ന സാഹചര്യം എല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ കർണാടകയിൽ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർണ്ണമാണ്. 2018 ഇന്നാണ് മാർച്ച് 28 തീയതിയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കർണാടകം. അവിടെ അധികാരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് BJP കർണാടകം കഴിഞ്ഞിട്ട് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ കടന്നു കയറാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. അവിടെ കർണാടകത്തിൽ അധികാരം നഷ്ടപ്പെടുക, ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാകും. അതൊരു പക്ഷേ മോദിയുടെയും അമിത്ഷായുടെയും അപ്പോൾ അവിടുത്തെ ജാതി സമവാക്യങ്ങളുടെയും ഒക്കെ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അവരുടെയൊക്കെ സ്വാധീനം അവിടെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ആ സംസ്ഥാനത്ത് നമുക്ക് എന്താകും ഫലമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. നമുക്ക് ഇനിയിപ്പോൾ തീർച്ചയായും ഇനി നമുക്ക് അന്തർദേശീയ വാർത്തയിലേക്ക് കടക്കാമല്ലേ?
ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക്. ഗോപിക സുരേഷാണ് അന്തർദേശീയ തലത്തിലുള്ള വാർത്തകളുമായി ചേരുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിലൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അമേരിക്കയിലും ഒരു വെടിവെപ്പ് നടന്നതായുള്ള വാർത്തകളുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ഗോപിക, അന്തർദേശീയ തലത്തിലുള്ള വാർത്തകളിലേക്ക് ഒന്ന് കടക്കാം. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. അന്തർദേശീയ തലത്തിൽ അമേരിക്കയിൽ സ്കൂളിലുണ്ടായ വെടിവെപ്പ് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഒപ്പം തന്നെ ഇസ്രായേലിൽ പ്രധാനമന്ത്രി വിവാദ നടപടി നിർത്തിവെക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അന്തർദേശീയ തലത്തിലെ പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ സ്കൂളിലുണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അമേരിക്കയിലെ നാഷ്വില്ല പ്രൈമറി സ്കൂളിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വെടിവെപ്പ് ഉണ്ടായത്. ഇതിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. 3 കുട്ടികളും 3 മുതിർന്നവരും കൊല്ലപ്പെട്ടത്. ഓഡ്രി എലിസബത്ത് ഹെയിൽ എന്ന അക്രമിയാണ് ഇത്തരത്തിൽ സ്കൂളിലേക്ക് എത്തി വെടിവെപ്പ് നടത്തിയത്. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇദ്ദേഹം സ്കൂളിലേക്ക് എത്തി വെടിവെപ്പ് നടത്തിയത്. ഈ അക്രമി കൊല്ലപ്പെട്ടതായും നാഷ്വില്ല പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ ബ്ലൂ പ്രിന്റോടുകൂടി എത്തിയാണ് ഇദ്ദേഹം സ്കൂളിലേക്ക് എത്തിയത്. ആദ്യം താഴത്തെ നിലയിലേക്ക് എത്തുന്ന അദ്ദേഹം വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് മുകളിലെ നിലയിൽ എത്തി വെടിയുതിർക്കുകയായിരുന്നു. ഈ സമയം സ്കൂളിൽ 200 കുട്ടികൾ അടക്കം ഉണ്ടായിരുന്നു. കൃത്യമായ പോലീസ് ഇടപെടലിലൂടെയാണ് അക്രമിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചത് എന്നും നാഷ്വില്ലെ പോലീസ് അറിയിക്കുന്നു. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു ക്രൈസ്തവ വിദ്യാലയം ആണ് ഇത്. അക്രമി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നും അറിയാൻ സാധിക്കുന്നു. പക്ഷേ അക്രമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം ഒക്കെ പുരോഗമിക്കുകയാണ്. ഏതായാലും സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. കനത്ത പോലീസ് സംരക്ഷണയിലാണ് അമേരിക്കയിലെ നാഷ്വില്ല പ്രൈമറി സ്കൂളിന്റെ പരിസരവും ഒക്കെ ഉള്ളത്. ഇതാണ് ആ സ്കൂളിന്റെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ ഇസ്രായേലിലേക്ക് കടക്കുകയാണെങ്കിൽ ജുഡീഷ്യറിയെ അട്ടിമറിക്കാനുള്ള വിവാദ നടപടി നിർത്തിവെക്കുന്നതായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഇസ്രായേലിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നു വന്നത്. ജുഡീഷ്യറിയെ അട്ടിമറിക്കാനുള്ള ഈ വിവാദ തീരുമാനത്തിനെതിരെ പല തൊഴിലാളി സംഘടനകൾ അടക്കം തെരുവിലിറങ്ങുകയും വലിയ തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിന്റെയും തുറമുഖത്തിന്റെയും അടക്കം പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന രീതിയിലേക്കുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കനത്ത പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് നെതന്യാഹുവിന് ഈ തീരുമാനം നീട്ടിവെക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിർബന്ധിതനാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതി വിധി മറികടന്ന് സർക്കാരിന് മുന്നോട്ടു പോകാനുള്ള ഒരു അധികാരം നൽകുന്ന നിയമങ്ങളും ഈ വിവാദ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ജഡ്ജിമാരെ നിയമിക്കാനുള്ള സമിതി അല്ലെങ്കിൽ ഒരു പാനൽ തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിലേക്ക് കൈവരുന്നു. ഒപ്പം തന്നെ കോടതി വിധിയെ മറികടന്ന് സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള ഒരു അധികാരം നൽകുന്നു. ഇതൊക്കെയായിരുന്നു ഈ ഒരു പദ്ധതി. തീവ്ര വലതുപക്ഷ സർക്കാരാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത്. 3 മാസം മുൻപാണ് അധികാരത്തിൽ എത്തിയത്. പക്ഷേ ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് കടക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഈ ഒരു കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത്തരത്തിൽ നടപടികൾ നിർത്തിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീട്ടിവെക്കുകയാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വന്നത്. ബാക്ക് ടു രഞ്ജിനി ആൻഡ് രഞ്ജിത്ത്. താങ്ക് യു ഗോപികയാണ് ഇന്റർനാഷണൽ തലത്തിലെ വാർത്തകൾ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് നിന്നുള്ള ഒരു വ്യത്യസ്ത കാഴ്ചയിലേക്കാണ്, വ്യത്യസ്ത സമരത്തിലേക്കാണ്. കോഴിക്കോട് ഇരിങ്ങലിൽ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഒരു സമരം നടന്നു. നാട്ടുകാർക്കൊപ്പം ഈ സമരത്തിൽ അണിനിരുന്നത് അവരുടെ വളർത്തു പശുക്കളും നായ്ക്കളും ആടും ഒക്കെയായിരുന്നു. ദേശീയപാതയ്ക്ക് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിലായിരുന്നു ഈ സമരത്തിൽ ഇരിങ്ങൽ നിവാസികൾ ഉയർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലാണ് ഇങ്ങനെ വളർത്തു മൃഗങ്ങളെയും കൊണ്ട് അവർ ഇറങ്ങി ഉപരോധം നടത്തിയത്. ദേശീയപാത വികസനത്തിൽ സമാനതകളില്ലാത്ത ദുരിതമാണ് കോഴിക്കോട് ഇരിങ്ങൽ നിവാസികൾക്കുള്ളത്. അടിപ്പാതയില്ലാത്തത് മൂലം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ മറുവശത്ത് എത്തേണ്ടത്. പയ്യോളി നഗരസഭയിലെ മൃഗാശുപത്രി റോഡിന് പടിഞ്ഞാറ് വശത്താണ്. കൂടാതെ വില്ലേജ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, റേഷൻ കട, പകൽ വീട്, അക്ഷയ കേന്ദ്രം, സ്കൂൾ തുടങ്ങിയവയും മറുവശത്താണുള്ളത്. കിഴക്ക് വശത്തുള്ളവർ മൃഗങ്ങളെ എത്തിക്കാൻ പ്രയാസപ്പെടുമെന്നതിന്റെ പ്രതീകമായാണ് മൃഗങ്ങളുമായി നാട്ടുകാർ സമരത്തിലെത്തിയത്. ആട്, പശു, കോഴി, നായ തുടങ്ങിയവയെല്ലാം സമരമുഖത്തെത്തി. അതായത് വയോജന കേന്ദ്രമുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, പിന്നെ മറ്റേ റേഷൻ ഷോപ്പുണ്ട്. ഇതൊക്കെ ഈ സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു അവസ്ഥയില്ലാത്ത
വികസനം കൊണ്ട് ജനങ്ങൾക്ക് രണ്ടായി മുറിയുന്ന അവസ്ഥ, നാട് രണ്ടായി മുറിയുന്ന അവസ്ഥ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മൃഗങ്ങളടക്കം ഒരു പ്രതീകാത്മക സമരമായിട്ട് ജനങ്ങളിവിടെ വരുന്നത്. നാട്ടുകാർ ദേശീയപാതയിൽ അണിനിരന്ന് പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് പൊതുയോഗവും ചേർന്നു. പൊതുയോഗം സാംസ്കാരിക പ്രവർത്തകൻ VT മുരളി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടക്കുമ്പോൾ യാത്ര പ്രയാസമാവുമോ എന്ന ആശങ്കയാണ് ഈ നാട്ടുകാർക്ക്. ന്യൂസ് 18 വടകര. ഇനി കൊല്ലത്തെ ഉത്സവ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ഓയൂർ വെള്ളിനെല്ലൂർ ക്ഷേത്രത്തിലെ രോഹിണി ഉത്സവം നടന്നു. ക്ഷേത്രമുറ്റത്ത് രോഹിണി ചന്തയും മത്സ്യക്കച്ചവടവും നടത്തിയുള്ള ആചാരങ്ങൾ ഉത്സവത്തെ വ്യത്യസ്തമാക്കി. മറ്റൊരു വ്യത്യസ്തത, ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഉപ്പും ചുണ്ണാമ്പും വാങ്ങിയാണ് ഭക്തർ മടങ്ങിയത്. ഒരുപക്ഷെ അതിനും എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവും. ആ വാർത്തയിലേക്ക് പോകാം. 200 വലിയ 3 രൂപ 200 രൂപ 200 രൂപ 200 രൂപ. രോഹിണി നാളിൽ പുലർച്ചെ 4 മണിയോടെ ക്ഷേത്രത്തിനു മുന്നിൽ മുസ്ലിം സമുദായക്കാർ നടത്തുന്ന മത്സ്യക്കച്ചവടം ഇന്നും ആചാരത്തിന്റെ ഭാഗമാണ്. ഓയൂർ വെള്ളിനെല്ലൂർ ശ്രീരാമക്ഷേത്രത്തോട് ചേർന്നുള്ള ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ ആചാരങ്ങളാണ് ഉത്സവത്തിന് വ്യത്യസ്തത പുലർത്തുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത്രയും മീൻ വരുന്ന ഒരു സ്ഥലം വേറെ കാണത്തില്ല. കച്ചവടക്കാർക്ക് നഷ്ടം ലാഭമായാലും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിന് പറയുന്നത് മണൽ വാണിഭം എന്നാണ് പറയുന്നത്. ഭരണി നാളിൽ തുടങ്ങുന്ന ഉത്സവം മതമൈത്രിയുടെ പ്രതീകമായി 8 ദിവസം നീണ്ടു. തെക്കൻ കേരളത്തിലെ ഏക ശ്രീരാമക്ഷേത്രമായതിനാൽ പുരാണത്തിലെ മത്സ്യരാജാവ് ഗുഹനുമായുള്ള ബന്ധത്തെ അനുസ്മരിക്കും വിധമാണ് മത്സ്യക്കച്ചവടം നടത്തുന്നത്. ജനങ്ങൾ വന്ന് തൊഴുത് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ആചാരമാണ്. ഇവിടെ അങ്ങനെ പൈസ നോക്കാറില്ല. നഷ്ടമായാലും ലാഭമായാലും ഇവിടെ വരുന്നവർ മീൻ മേടിച്ചുകൊണ്ട് പോകും. മീൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതാണ് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കുക. അവരെ പിണക്കൊന്നും പെടത്തില്ല. ക്ഷേത്ര പരിസരത്ത് നിന്നും ഉപ്പും ചുണ്ണാമ്പും വാങ്ങി സമീപത്തെ മലഞ്ചുഴിക്കടവിൽ ഒഴുക്കിയാൽ ഇഷ്ടകാര്യം സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വേടർ സമുദായത്തിലുള്ളവരാണ് ക്ഷേത്ര പരിസരത്ത് ചുണ്ണാമ്പ് വിൽപ്പന നടത്തുന്നത്. ഇസ്ലാം മത വിശ്വാസിക്ക് ഉണ്ടായ വിഷമം കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് മനസ്സിലായിക്കൊണ്ട് അവരുടെ ഒരു ദിവസം അവർക്ക് വേണ്ടി മീൻ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നുമാണ് ഐതിഹ്യം. അതിൻ്റെ കൂടെ തന്നെ ശ്രീരാമസ്വാമിയുടെ ഇഷ്ടതോടനായ ഗുഹൻ മത്സ്യരാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുമാണ് മത്സ്യക്കച്ചവടം എന്ന 2 ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നടത്തുന്ന മത്സ്യക്കച്ചവടമായതിനാൽ ലാഭം നോക്കാതെയാണ് വിറ്റഴിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച മത്സ്യവ്യാപാരം കാണാനും വൻ ഭക്തജനത്തിരക്കായിരുന്നു. കാർഷികാഭിവൃദ്ധിക്കായി കന്നുകാലി കച്ചവടവും നടന്നു. കതിരുകാളയുമായി പുഴ കടന്നെത്തുന്ന ഭക്തർ കളിമണ്ണിൽ നായയുടെ രൂപമുണ്ടാക്കി ക്ഷേത്രമേൽശാന്തിക്ക് സമർപ്പിക്കുന്നതോടെ രോഹിണി ഉത്സവം സമാപിക്കുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. സംസ്ഥാനത്തുടനീളം ഉത്സവകാലമാണല്ലേ? വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളും പൂരോത്സവത്തിനായി ഒരുങ്ങി തുടങ്ങി. പൂരോത്സവത്തിന് മുന്നോടിയായി ദേവിയുടെ ചെങ്ങാതിമാരെ തേടിപ്പോകുന്ന അപൂർവമായ ചടങ്ങാണ് ചെങ്ങാത്തം ചോദിക്കൽ. പാരമ്പര്യ തനിമയിൽ ക്ഷേത്രം പാലിക്കാരാണ് ചെങ്ങാതം ചോദിച്ച് വീടുകളിൽ എത്തുന്നത്. വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചെങ്ങാത്തം ചോദിക്കൽ. കാസർഗോഡ് ചെറുവത്തൂർ തുരുത്തി നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തെക്കരുടെ ഭാഗത്തു നിന്നുമാണ് ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് ആരംഭിക്കുക. പൂരോത്സവം നാട്ടിൽ ഉണർത്തുന്നതാണ് സവിശേഷമായ ചടങ്ങ്. പൂരപ്പന്തലിൽ നിന്നും ആർപ്പുവിളികളോടെയാണ് സംഘം പുറപ്പെടുക. പൂരോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളിയും മറത്തുകളിയും വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുമെങ്കിലും ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് അപൂർവമിടങ്ങളിൽ മാത്രമാണുള്ളത്. ചെറുസംഘങ്ങളായി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ബാല്യക്കാരെ ദീപം തെളിയിച്ച് സ്വീകരിക്കും. പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകരുന്ന ചടങ്ങിന് ആതിഥേയരായി ഓരോ വീടും ഭക്ഷണമൊരുക്കി കാത്തുനിൽക്കും. ദേവിയുടെ ചങ്ങാതികളെ തേടിപ്പോകുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഇതിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് അരിപ്പത്തിട്ടുകൊണ്ടും ആർപ്പ് വിളിച്ചുകൊണ്ട് ഓരോ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് ദേവിയുടെ പൂരം അറിയിക്കുന്ന ഒരു ചടങ്ങാണ്. ചെറുവത്തൂർ, പടന്ന, വലിയപറമ്പ പഞ്ചായത്തുകളിലും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലുമായി ആയിരക്കണക്കിന് വീടുകളിൽ ബാല്യക്കാർ ചെങ്ങാത്തം ചോദിച്ചെത്തും. പല വഴി പിരിഞ്ഞ് വൈകിട്ടോടെ അഴിമുഖത്തിന് കിഴക്കായുള്ള പുഴ നീന്തി ഓടിത്തിരികെ എത്തുന്നവരെ സ്വീകരിക്കാൻ നാടാകെ ഒത്തുചേരും. ന്യൂസ് 18 ചെറുവത്തൂർ.
കാസർകോട്ടെ പൂരോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും കാഴ്ചകളും വിശേഷങ്ങളുമാണ് കണ്ടത്. ഇനി പോകുന്നത് തൊടുപുഴയിലേക്കാണ്. 250ഓളം കുടുംബങ്ങൾക്ക് ദാഹജലം നൽകുന്ന ഒരു കിണർ തൊടുപുഴയ്ക്കടുത്ത് ചിലവിലുള്ള ഈ ഒരു കിണറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നത് 42 മോട്ടോറുകളാണ്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കിണറിലെ വെള്ളമാണ് ഇവിടുത്തുകാർക്ക് ഏക ആശ്രയവും. കിണർ നിർമ്മിച്ച ഹസൻ മൗലവി തൻ്റെ 60 സെന്റ് സ്ഥലവും വിറ്റെങ്കിലും കിണർ നിൽക്കുന്ന 1.5 സെന്റ് സ്ഥലം മാത്രം നാട്ടുകാർക്കുള്ള കുടിവെള്ളത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. എത്ര മോട്ടോർ സ്ഥാപിച്ചാലും അക്ഷയഖനി പോലെയാണ് ഈ കിണർ. സമീപവാസികൾക്ക് ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും വെള്ളമെടുക്കാം. ഈ കിണർ നിർമ്മിച്ച ചെലവ് സ്വദേശി ഹസൻ മൗലവി ഇവിടെയുണ്ടായിരുന്ന 60 സെന്റിൽ 58.5 സെന്റ് സ്ഥലവും വിറ്റെങ്കിലും കിണർ നിലനിൽക്കുന്ന 1.5 സെന്റ് മാത്രം വിറ്റില്ല. സ്ഥലം മറ്റൊരാളുടെ കൈവശമെത്തിയാൽ ഇവിടുത്തുകാരുടെ കുടിവെള്ളം മുടങ്ങിയാലോ എന്ന ആശങ്ക മൂലമാണ് ഇദ്ദേഹം ഈ സ്ഥലം മാത്രം വിൽക്കാതിരുന്നത്. മതപ്രഭാഷകനും അറബിക് കോളേജ് അധ്യാപകനുമായ ഹസൻ മൗലവി 1990-ലാണ് ചിലവിൽ വീട് നിർമ്മിച്ചത്. മറ്റു കുടിവെള്ള സൗകര്യമില്ലാതിരുന്നതിനാൽ വീടിനോട് ചേർന്ന് തന്നെ കിണർ കുഴിച്ചു. ഏതാനും അടി കുഴിച്ചപ്പോൾ തന്നെ ഉറവ തെളിഞ്ഞു. 10 അടിയോളം താഴ്ത്തിയപ്പോൾ സുലഭമായി വെള്ളം ലഭിച്ചു. സമീപത്തുള്ള ഏതാനും വീട്ടുകാർ ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം കോരിയെടുത്തിരുന്നത്. പിന്നീട് ഒരു സുഹൃത്ത് കിണറ്റിൽ ഒരു മോട്ടോർ സ്ഥാപിക്കുന്നതിന് അനുമതി ചോദിച്ചു. ഇതിന് പൂർണ്ണ സമ്മതം നൽകിയതിനു പുറമെ വൈദ്യുതിയും ഇദ്ദേഹം വീട്ടിൽ നിന്നു തന്നെ നൽകി. പിന്നീട് സമീപത്തുള്ള മറ്റു ചിലർ കൂടി മോട്ടോർ സ്ഥാപിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ ഹസൻ മൗലവി ആരെയും നിരാശപ്പെടുത്തിയില്ല. 2-3 കുടുംബങ്ങൾ ചേർന്ന് മോട്ടോർ സ്ഥാപിച്ചു. മോട്ടോറുകളുടെ എണ്ണം കൂടിയതോടെ വൈദ്യുതി അവരുടെ വീടുകളിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. നിലവിലിപ്പോൾ 42 മോട്ടോറുകളാണ് ഈ കിണറ്റിൽ നിന്ന് രാപ്പകൽ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് ഹസൻ മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ താമസത്തിന് വരികയും അദ്ദേഹം ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി കുടിവെള്ളം വളരെ ക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇങ്ങനൊരു സ്വന്തം ഇതിലൊരു കിണർ കുത്തുകയും അതിൽ പറ്റാത്ത വെള്ളമാണെന്ന് കണ്ട് ആദ്യം ഏതാണ്ട് ഒരു 10-12ഓളം മോട്ടർ അതിനകത്ത് വെച്ചു. പിന്നെ വെള്ളത്തിന് ക്ഷാമമില്ല, വെള്ളം കുറവില്ല എന്ന് കണ്ടതുകൊണ്ട് കൂടുതൽ മോട്ടറുകൾ അതിലേക്ക് വരികയും ഇന്ന് ഏതാണ്ട് 42ഓളം മോട്ടറുകൾ ഒരേപോലെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ആലക്കോട് പഞ്ചായത്തിൻ്റെ 2ാം വാർഡിൻ്റെ ഈ ഭാഗത്ത് ഏതാണ്ട് 200ഓളം വീട്ടുകാർക്ക് ഇന്ന് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് ഈ കിണർ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ഇത്രയും മോട്ടോറുകൾ പ്രവർത്തിച്ചിട്ടും ഏത് വേനലിലും കിണർ ജലസമൃദ്ധവുമാണ്. അതിനാൽ തന്നെ ഈ കിണർ നാടിന് അനുഗ്രഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ കിണറിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. 20 വർഷത്തോളമായി ഈ കിണർ ഇവിടെ ഹസൻ മൗലവി എന്ന ഒരു ഉസ്താദ് നിർമ്മിച്ചിട്ട് അന്ന് മുതൽ ഞങ്ങൾക്ക് എല്ലാം ഈ നാട്ടിൽ ഈ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 2ാം വാർഡിൽ എല്ലാ ആളുകളുടെയും കുടിവെള്ളത്തിനൊരു പരിഹാരമായ ഒരു കിണറാണിത്. അതേസമയം ജലവിതരണത്തിനായി സമീപത്ത് പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന കുളവും മോട്ടോർ പുരയും ഉപയോഗശൂന്യമായ നിലയിലുമാണ്. ചിലവിൽ നിന്ന് ഹസൻ മൗലവി താമസം മാറിയെങ്കിലും നാട്ടുകാർക്ക് വേണ്ടി കിണർ നിലനിൽക്കുന്ന 1.5 സെന്റ് സ്ഥലം സ്വന്തം പേരിൽ ഇദ്ദേഹം നിലനിർത്തുകയായിരുന്നു. കുമ്മംകല്ലിലുള്ള മകന്റെ വീട്ടിലെത്തുമ്പോൾ ഭാര്യ ഫാത്തിമയുമൊത്ത ചിലവിലെ കിണർ കാണാനെത്തുന്നതും ഇദ്ദേഹത്തിന്റെ പതിവാണ്. ഹസൻ മൗലവിയുടെ കിണർ കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും മാതൃക കൂടിയായി മാറുകയാണിത്. ന്യൂസ് 18 തൊടുപുഴ. ഏതായാലും ആ ഒരു ഹസൻ മൗലവിയുടെ വാർത്തയോടെ നാട്ടുകാർക്ക് ഒരുപാട് ഉപകാരമായ ആ വാർത്തയിലൂടെ അയാളുടെ നല്ല മനസ്സ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ഈ പ്രത്യേക ഷോ പൂർണ്ണമാകാനുള്ള സമയമായി. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് ഇനിയും വരും മണിക്കൂറിൽ എത്തും. ഇനി സമയം 9 മണിയോട് അടുക്കുന്നു. 9:30 കൂടി ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം അവിടെ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുപോകും. 10:00 കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒപ്പം കർണാടക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. അതടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നുണ്ട്. ഈ വാർത്തകളുമായി ന്യൂസ് 18-ൽ പ്രധാനപ്പെട്ട വാർത്താ ബുള്ളറ്റിനുകൾ തുടരും. തൽക്കാലത്തേക്ക് നമസ്കാരം.